വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വരികയാ. വന്നുകൊണ്ട് മുസ്തഫ നബി തങ്ങളോട് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉസ്മാൻ, എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വന്നു പോയത്? എന്തോ നിങ്ങൾക്ക് പറയാനുണ്ട് എന്ന് എനിക്കറിയാ, അതുകൊണ്ടാ നിങ്ങൾ കടന്നു വന്ന് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ആ ഒരു ചോദ്യം വളരെയേറെ അർത്ഥവത്തായ ചോദ്യമാണ്. എന്തിനാണ് ഈ ഒരു സമയത്ത് ഇവിടത്തേക്കൊന്ന് കടന്നു വന്നതെന്ന് ചോദിച്ചല്ലോ. ഹബീബേ, ഒരുപാട് നിസ്കരിക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്, ഒരുപാട് നോമ്പെടുക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്, ഒരുപാട് സകാത്ത് കൊടുക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്, പടച്ചവന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. എന്നാൽ നബിയേ, ഈമാനികപരമായ രീതിയിലൂടെ പടച്ചവനിക്ക് പൊരുത്തപ്പെട്ട വഴികളിലൂടെ കടന്നു പോകാ നല്ലൊരു വഴിയൊന്ന് പഠിപ്പിക്കുവോ നബിയേ? എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നവരാണ്, എല്ലാവരും നന്നായിട്ട് നോമ്പ് നോക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന പ്രിയപ്പെട്ട സ്വഹാബത്താണ്. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലം വന്നാൽ ഒരുപാട് നിസ്കരിക്കുന്നവരാണ്. പക്ഷെ ഈമാൻ അങ്ങോട്ട് കറക്റ്റ് ആവണില്ല, പൂർണ്ണമാകണില്ല. സുബ്ഹാനല്ലാഹ്, ഈമാൻ അങ്ങോട്ട് പൂർണ്ണമാകുന്നില്ല. ആരാ? നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന് വേണ്ടി സുജൂദിലേക്കൊന്ന് വീണുപോയാൽ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് വെള്ളമൊഴിച്ചതുപോലെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരും. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയും, ഈമാനെന്ന് സന്തോഷാകണം, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കണം, അതിനുള്ളൊരു വഴിയൊന്ന് പഠിപ്പിക്കണമെന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബ് ഒന്ന് പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിനെ വിളിക്കുകയാണ്, ഉസ്മാൻ, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ആ ഒരു ചോദ്യം എത്രയോ അർത്ഥമുള്ള ചോദ്യമാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ട ഉസ്മാൻ ഒന്ന് കടന്നു പോകാവോ? മദീനയുടെ ചാരത്തേക്കൊന്ന് കടന്നു പോകാവോ? ആ മദീനത്തിന്റെ ചാരത്തൊന്ന് കടന്നു പോയിട്ട് മുഴുവൻ സ്വഹാബത്തിനെയും വിളിക്കുക, എല്ലാവരെയും വിളിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരാൻ പറയുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടുകയാണ്. ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ കണ്ടുകൊണ്ട് പറയുന്നു, സ്വഹാബ, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്, മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരാൻ പറയുകയാണ്. ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് എല്ലാം വലിച്ചെറിയുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് ഓടിപ്പോവുകയാണ്. ചെന്നുകൊണ്ട് ഹബീബിന്റെ സമക്ഷത്തിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉസ്മാൻ, ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനെ കണ്ടോ? ഈ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചു പോയൊരു ചോദ്യമുണ്ടല്ലോ, ആ ഒരു ചോദ്യമൊന്ന് ചോദിക്കാവോ? ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നതാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചതാണ്. ആ ഒരു ചോദ്യത്തിന്റെ മറുപടിക്ക് വേണ്ടിയാ ഈ ഇരിക്കുന്ന നിങ്ങളെ മുഴുവനും ഇവിടത്തേക്കൊന്ന് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് ചോദ്യം ഉയർത്തുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ, ഞങ്ങളൊക്കെ നോമ്പെടുക്കുന്നവരാണല്ലോ,
ഞങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കുന്നവരാണല്ലോ, ഞങ്ങളൊക്കെ സ്വതക്ക ചെയ്യുന്നവരാണല്ലോ. പടച്ചവന്റെ പരിപാവനമായ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുന്നവരാണ് നബിയേ. പക്ഷേ ഈമാനിന്റെ മാധുര്യമൊന്ന് കടന്നു വരുന്നില്ല, ഈമാനിന്റെ സന്തോഷമൊന്ന് കടന്നു വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന ഉപ്പമാരെ ചിന്തിക്കുക, തങ്ങളെ ചിന്തിക്കുക. ഇന്ന് ഇശാ നിസ്കരിച്ചിട്ടാ നമ്മൾ ഇവിടെ കടന്നു വന്നത്, മഗ്രിബ് നിസ്കരിച്ചിട്ടാ കടന്നു വന്നത്, സുബഹ് നിസ്കരിച്ചിട്ടാ കടന്നു വന്നത്. ഈമാനികമായി സന്തോഷത്തോടുകൂടിയുള്ള ഒരു നിസ്കാരം അല്ലാഹുവേ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നിസ്കാരത്തിൽ നൂറുകണക്കാന ചിന്തകൾ കടന്നു വന്നിട്ടില്ലേ? ഭർത്താവിന്റെ ചിന്ത കടന്നു വന്നിട്ടില്ലേ? മക്കളുടെ ചിന്ത കടന്നു വന്നിട്ടില്ലേ? പ്രിയപ്പെട്ടവരുടെ ചിന്ത കടന്നു വന്നിട്ടില്ലേ? സഹപാഠികളുടെയും സഹപ്രവർത്തകരുടെയും ചിന്തകൾ കടന്നു വന്നിട്ടില്ലേ? എന്നാലും മദീനത്തിന്റെ രാജകുമാരനായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ ഉസ്മാനിന്റെ ചോദ്യമുണ്ടല്ലോ, ആ ഒരു ചോദ്യം വല്ലാത്ത സന്തോഷകരമായ ചോദ്യമാണ്. ഈമാനികമായ ചിന്ത കിട്ടാൻ എന്ത് വേണമെന്നാ ചോദിച്ചു പോയത്. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഉദ്കുറുൽ മനിയ, നിങ്ങളുടെ നിസ്കാരം ശരിയാകണോ? നിങ്ങൾ കാത്തിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ, ആ റമളാനിന്റെ നോമ്പ് നിങ്ങൾക്ക് പുണ്യമുള്ളതാകണോ? വീട്ടിന്റെ ഉള്ളിൽ സന്തോഷത്തോടുകൂടി കടന്നു പോകുമ്പോ അത് ഈമാനികമായൊരു മാറ്റമുള്ള ഒരു കുടുംബജീവിതമാകണോ? അതിന്റെ ഒന്നാമത്തെ വഴി ഉദ്കുറുൽ മനിയ, നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റിയുള്ള ചിന്ത കൊണ്ടുവരിക. ഏതൊരു സമയത്തായാലും അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട പ്രഭാഷണത്തിന്റെ സദസ്സിൽ നമ്മൾ കടന്നു വന്നിരുന്നു, ഇവിടെ ഇരുന്നു. ഈ ഇരുത്തത്തിൽ നമ്മൾ ചിന്തിക്കണം, അല്ലാ ഇനിയൊരു വേദിയിൽ ഞാനില്ല, അടുത്തൊരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ ഞാനില്ല. നാളെ ഒരു പക്ഷേ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലായിരിക്കും. ആരായെന്ന് ചിന്തിക്കാം. പരിശുദ്ധരായുള്ള ത്വാഹനൂറേ റസൂലുള്ളാഹ്, പാരിൽ കുളീരായ അമ്പിളി കതിറുനൂറുള്ളാഹ്, പുതുമ നിറഞ്ഞ ഹബീബേ താരക പൂമുല്ല അംബിയ രാജ റസൂലേ താരക സല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഏതൊരു കാര്യം ചെയ്താൽ അല്ലാഹുവേ ഇനി ഒരു ളുഹറിന് ഞാനില്ല അല്ലാ, ഒരു അസറിന് ഞാനില്ല അല്ലാ, ഒരു ഇശാഇന് ഞാനില്ല അല്ലാ. ഇന്നിവിടുന്ന് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സന്തോഷത്തോടെ വന്നതാണ്. ഇന്നിവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചുപോയി മക്കളെ കാണുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് പറയോ? ഇവിടെ ഇരിക്കുന്ന പറഞ്ഞോളി, നിങ്ങളൊരു പേടിയും പേടിക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ഒരാളുടെ ആമയും മതി. എനിക്കിവിടെ ആളുടെ വലിപ്പം വണ്ണമെന്ന് എനിക്കറിയണ്ട. നിങ്ങൾ ഉള്ള ഒരാളാണ് ഉറക്കാമയും പറഞ്ഞു, അത്രേ ഉള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് പറയാൻ എപ്പോഴാണ് ഏത് സെക്കൻഡിലാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് ഇന്നീ സദസ്സിൽ നമുക്ക് കരഞ്ഞിട്ടായിരിക്കണം പോകാനുള്ളത് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇനി കരയില്ല എന്നും പറഞ്ഞ് എന്ത് ചില ആളുകൾ അങ്ങനെ, ഞങ്ങൾ ഇനി എന്ത് പറഞ്ഞാൽ ശരി നമ്മൾ ഇനി കരയില്ല, മസിലും പിടിച്ചിരിക്കരുത്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഉപകാരമുള്ളത് മാത്രമേ പറയുള്ളൂ, ഉപകാരമില്ലാത്തൊരു കാര്യം പറയില്ല. ഉപകാരമുള്ളത് പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അവരൊക്കെ പറയും അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഇത് ദുആഇന്റെ ദിവസം 2 ദിവസമേ ഉള്ളൂ, 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ പരിശുദ്ധമാക്കപ്പെട്ട റജബ്. ഇന്നത്തോണ്ട് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഉറക്കെ പറഞ്ഞാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴാണ് വിട പറയുന്നത് എന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് പോകുന്നത് എന്നറിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ तो अम्मीलो फि दुनिया
طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري تؤمل في الدنيا طويلا ولا تدري ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കാൻ 60 വയസ്സായി 70 വയസ്സ് ഇന്നൊന്നും പോവുരസ്താതെ അങ്ങനല്ല. നീ ചിന്തിക്കുന്നുണ്ടോ ഒരുപാട് കൊല്ലം ദുനിയാവിന്റെ പുറത്തുണ്ടാകുമെന്ന്? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, പ്രഭാതമായി കഴിഞ്ഞാൽ പ്രദോഷത്തിലേക്ക് എത്തുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തി, ഒരു രോഗമില്ലാതെ വിഷമങ്ങളില്ലാതെ നൊമ്പരങ്ങളില്ലാതെ നല്ല ചുറുചുറുക്കോട് നടന്നുപോയ എത്രയോ ആളുകളാണ് ലോകത്തുനിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയത്. എന്നാൽ ചില ആളുകൾക്ക് രോഗമായി, വിഷമങ്ങളായി, ബുദ്ധിമുട്ടുകളായി, നൊമ്പരങ്ങളായി കൊല്ലങ്ങളോളം കട്ടിലിൽ കിടക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല. പടച്ചവന്റെ വിളി വന്നാ പോയല്ലേ പറ്റൂ. മനുഷ്യന്റെ വിചാരണ അടുത്തല്ലോ. الناس حسابهم وهم في غفلة معرضون. മനുഷ്യന്റെ ഒന്നാമത്തെ വിചാരണയ്ക്ക് സമയമായിരിക്കുകയാണ്. ഒന്നാമത്തെ വിചാരണ എവിടെയാണ്? പടച്ചവന്റെ ഖുർആൻ പറഞ്ഞത് എവിടെ? 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാര് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും പ്രഭാഷണത്തിന്റെ സദസ്സിൽ കടന്നു വരുമ്പോഴും അല്ലാഹ് ഇന്ന് കഴിഞ്ഞു പോയാൽ നാളെ ഞാനില്ല അല്ലാ, എന്റെ മക്കളില്ല അല്ലാ, എന്റെ കൂടപ്പുറപ്പുകളില്ല അല്ലാ, എന്റെ സഹപാഠികളും എന്റെ സഹപ്രവർത്തകരുമില്ല റഹ്മാനെ. നാളെ പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലാണ് എത്രയോ പ്രിയപ്പെട്ട ബാപ്പമാര് വിട പറഞ്ഞു പോയല്ലോ. ഇന്നിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുമ്പോഴും നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ട് കിടന്നു വന്നിരുന്ന, നിങ്ങളോടൊപ്പം ഒരുപാട് കഥകൾ പറഞ്ഞിരുന്ന, നിങ്ങളെ വാരിപ്പിളർന്നുകൊണ്ട് മൊത്തം തന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മയെവിടെ, പ്രിയപ്പെട്ട ബാപ്പയെവിടെ? അവരിൽപ്പെട്ട പലരും എന്ന പച്ചമണ്ണാകുന്ന ഖബറിലാണ്. അവരുടെ വായികളിൽ മണ്ണ് നിറഞ്ഞോ? അവരുടെ കണ്ണുകളുടെ സ്ഥാനത്ത് കുഴികളായോ? അവരുടെ കാതുകളുടെ സ്ഥാനത്ത് കുഴികളായോ? ഒരാൾക്കും ഒന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സുകൊണ്ട് കരുതുക, പടച്ചോനെ പേടിയാണ് അല്ലാഹ്. ഇന്നിവിടെ എഴുന്നേറ്റ് പോയാൽ നാളെ എന്നെ കൊണ്ടുവെക്കുന്നത് ഇതുപോലത്തെ മണ്ണിന്റെ ഉള്ളറയിലാണോ? ചിന്തിച്ചിട്ടില്ലല്ലോ നമ്മള്. എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട പറഞ്ഞു പോയി, എത്രയോ കൂട്ടുകാര് വിട പറഞ്ഞു പോയി, എത്രയോ ബന്ധുമിത്രാദികൾ വിട പറഞ്ഞു പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞു പോവുകയാ, ഇന്നതാ മക്കള് മരിക്കൂല, ബാപ്പ മരിക്കൂല, ഉമ്മ മരിക്കൂല. പൊന്നു മക്കൾക്ക് 3 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ, മക്കൾക്ക് 4 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ. അതുകൊണ്ട് പുന്നാര മക്കൾ എപ്പോഴും പിരിയില്ല. 60 വയസ്സ് വരെ അവനിക്ക് സമയമുണ്ടെന്ന് മനസ്സുകൊണ്ട് കരുതുന്ന 20 വയസ്സുള്ള എന്റെ ചെറുപ്പക്കാര് പഠിക്കുക. 60 വയസ്സ് വരെ ഈ ദുനിയാവിന്റെ പുറത്ത് എന്ത് തെറ്റ് ചെയ്താലും പടച്ചവനിലേക്കൊന്ന് മടങ്ങാ എനിക്ക് സമയമുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ. 20 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരാണ് വിട പറഞ്ഞു പോയത്. 26 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരാണ് വിട പറഞ്ഞു പോയത്. 30 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരാണ് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് വകമ്യ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ
ദഹ്റൻ ഇലാ ദഹ്രീ. അതാ മരണത്തിനൊരു സമയം വേണ്ട. ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങൾക്കും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഗ്യാരണ്ടി ഉണ്ടല്ലോ. അല്ലാഹുവേ, ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഒരു മൈക്കിനാണെങ്കിലും മൈക്കിന്റെ സഹോദരങ്ങളോട് ചോദിച്ചാൽ എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന് അവര് പറയുമല്ലോ. ബോക്സിന് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാം, ക്യാമറയ്ക്ക് എത്ര കൊല്ലത്തിന്റെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാം. പെങ്ങളെ, നമ്മൾ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണമുണ്ടല്ലോ, ആ സ്വർണ്ണാഭരണത്തിന് എത്ര ഗ്യാരണ്ടി ഉണ്ടെന്നറിയാം. പക്ഷേ അല്ലാഹു പറഞ്ഞു പോയ ആ ഒരു മരണമുണ്ടല്ലോ, ആ ഒരു മരണത്തിന് എത്ര കൊല്ലമാണ് ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. അത് പടച്ചവനിക്ക് മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയത്, പ്രിയപ്പെട്ട സ്വഹാബാ, ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ, നിങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ, ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോ, ഒരുമിച്ച് കഥകൾ പറയുമ്പോ, ഒരുമിച്ച് വഴിയോരത്ത് മാറി നിൽക്കുമ്പോ, പടച്ച റബ്ബേ, അടുത്തൊരു സെക്കൻഡിൽ ഞാനില്ല. ഈ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനോമുഖരത്തിൽ വേണമെന്നാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചുകൊണ്ട് കടന്നു പോയാൽ, ലോകത്തിന്റെ മണിമാരനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോയത്, അവൻ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിയിട്ട് മരിക്കുമെന്നാണ്. മരണത്തിന്റെ ഓർമ്മയോടുകൂടിയിട്ട് നാളെ മരിക്കുമല്ല. അല്ലാഹുവേ, ഈ ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ വെച്ചാണോ മരിച്ചു പോകുന്നത്? ഈ ഒരു ചിന്തയോടുകൂടി മരണമെന്നുള്ള ചിന്ത ഏതൊരു മനുഷ്യന്റെ മനോമുഖരത്തിലാണ് വരുന്നത്? അവൻ മരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ ഹാലിലെ മലക്കുൽ മൗത്ത് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ഒരുപാട് മാലാഖമാര് കടന്നു വരികയാ. മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കിടന്നുപോയ ബാപ്പ, മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കിടന്നുപോയ ഉമ്മ, നിങ്ങളുടെ മുമ്പിലേക്ക് അവിടുന്ന് റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് പറയാ, പൊന്നുമോളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമ ചൊല്ലിക്കോ എന്നവിടുന്ന് ബഹുമാനപ്പെട്ട മാലാഖമാര് വിളിച്ചു പറയുമ്പോ, പെങ്ങളെ, മരിക്കുന്ന സമയത്തുറക്ക കലിമ ചൊല്ലിയിട്ട് മരിക്കണോ? അതുകൊണ്ട് ഒരേ ഒരു ചിന്ത മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ. പടച്ചവനെ, മരിക്കുമെന്നുള്ള ഓർമ്മയാണല്ലോ. എത്രയോ മഹാന്മാരുടെ കഥകളറിയാ, നമുക്കറിയാൻ ഒരുപാട് കേട്ടവരാണ്, തഴമ്പിച്ചവരാണ്, പറഞ്ഞു പോയവരാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാന്റെ വഫാത്ത് അറിയുമല്ലോ, കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് അറിയുമല്ലോ, മാനവ് ഉസ്താദിന്റെ വഫാത്ത് അറിയുമല്ലോ, ശൈഖുനാ കോയക്കുട്ടി ഉസ്താദിന്റെ വഫാത്ത് അറിയുമല്ലോ. അവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഉറക്കയല്ലേ കലിമ ചൊല്ലിയിട്ട് അവരൊക്കെ മരിച്ചത്? എന്തേ കാരണമെന്നറിയോ? ഇതുപോലെ ഓരോ പ്രഭാഷണത്തിന്റെ സദസ്സിൽ വരുമ്പോ ദുആ ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വരുന്ന പ്രിയപ്പെട്ട സമസ്തയുടെ നേതാക്കളെ പറ്റി അറിയുമല്ലോ, പണ്ഡിതന്മാരെ പറ്റി അറിയുമല്ലോ. ഞാനിവിടെ സംഘടന പറയുകയല്ല, വല്ലാഹു വല്ലാഹ്, അല്ലാഹുവേ, അറിയപ്പെട്ട ആലിമീങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതൊക്കെ കലിമ ചൊല്ലിയിട്ടാണല്ലോ. ഇതുപോലെ കലിമ ചൊല്ല ഒരു മനുഷ്യനിക്കൊന്ന് കഴിയണോ? അവന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ എപ്പോഴും കടന്നു വരേണ്ടുന്നത് അല്ലാഹുവേ മരിക്കുമെന്നുള്ള ബോധമാണ്. അതുകൊണ്ടല്ലേ ശംസുൽ ഉലമ ലോകത്തോട് വിട പറയുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ശംസുൽ ഉലമയുടെ അതരങ്ങളിലൂടെ അടർന്നു വീണു പോയതാ പരിശുദ്ധമായ തക്ബീറാണല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമയുടെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണതും അതാണല്ലോ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് പറയുമ്പോഴും അവിടെ നിറക്ക ചൊല്ലിയല്ലോ, ഹയ്യ അല സല്ലല്ലാ, അവിടെ നിന്ന് ഹയ്യ അല സലാ പറയും, അതിന്റെ ജവാബ് അവിടെ നിന്ന് ചൊല്ലിയല്ലോ. അവസാനം അവിടെ നിന്ന് പറഞ്ഞു പോയത് അവസാനത്തെ ബാങ്കിന്റെ ധ്വനി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവിടെ നിന്ന് ശംസുൽ ഉലമ ഉറക്ക ചൊല്ലിയത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് അവിടുന്ന് ചൊല്ലിയല്ലോ. എന്തേ പറ്റിപ്പോയത്? അവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓരോ പ്രവർത്തനത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോ, വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോ, വിജ്ഞാനത്തിന്റെ സദസ്സുകളിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ, ഉസ്താദേ 5 മിനിറ്റ് ഒന്ന് നസീഹത്ത് ചെയ്യണമെന്ന് പറയുമ്പോ അവരൊക്കെ പറയുന്ന വാക്കു മരണത്തെ പറ്റിയാണ്. ഒരുപാട് തവണ കേട്ടുപോയതാണ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ ഖബറുടമ സ്വർഗമാക്കണേ അല്ലാ. ദുനിയാവിന്റെ പുറത്ത് ഏതൊരു സദസ്സിലേക്കൊന്ന് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ഭാഗ്യമുള്ളവനാണ് ഞാൻ. ബഹുമാനപ്പെട്ടവർ ഒരുപാട് സദസ്സിൽ ദുആക്ക് വരുമ്പോ അവിടെ ഒരുപാട് സദസ്സുകളിൽ പ്രഭാഷണത്തിന് കടന്നു പോകാൻ അവസരം കിട്ടിയവനാണ്. അപ്പോഴൊക്കെ പടച്ച റബ്ബേ വിനയത്തിന്റെ സ്വരൂപത്തോടെ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത് മക്കളെ 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 എന്ന് വിളിച്ചിട്ട് മുമ്പിൽ കൂടിയിരിക്കുന്ന ആലിമീങ്ങളോട്, പണ്ഡിതന്മാരോട്, സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് മരിക്കുമെന്നുള്ള ഓർമ്മയോടുകൂടി കടന്നു വന്നോ, മരിക്കുമെന്നുള്ള ഓർമ്മയോടുകൂടി കടന്നു വന്നോ. ആ ഒരു ഓർമ്മയോടുകൂടി കടന്നു വന്നപ്പോഴാണ് അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദ് ലോകത്തോട് വിട പറയുമ്പോ ആ ഒരു സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ കലിമ ചൊല്ലാൻ പറ്റിപ്പോയത്. അൽഹംദുലില്ലാഹ് വഫാത്തായി എന്നറിഞ്ഞപ്പോ ആദ്യത്തെ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു എനിക്ക് തന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മരിക്കുമെന്നുള്ള ബോധത്തോടുകൂടി കടന്നു പോകണമെന്ന് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഇത് പറയുന്നു എന്നറിയോ? വെറുതെ കേട്ടുകൊണ്ട് കടന്നു പോകാനല്ല, ശബ്ദത്തോടെ പറഞ്ഞു തന്ന് പറയാനല്ല, ഷമീറുദാരി ഒരുപാട് പാട്ടുപാടി എന്ന് പറയാനല്ല, അല്ലെങ്കിൽ പ്രഭാഷണം കൊഴുപ്പിച്ചുകൊണ്ട് പറഞ്ഞു വന്ന് പറയാനല്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഉപ്പമാരെ. ഇവിടെ വെച്ചുകൊണ്ട് ഒരാളെങ്കിലും ഇന്നത്തെ ദിവസം മുതൽ നാളത്തെ മരണത്തെ പറ്റിയിട്ട്, ഇന്നത്തെ മരണത്തെ പറ്റിയുള്ള ചിന്തയോടുകൂടി കടന്നുപോയാൽ അത് മതിയെന്നാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഒരു വീട്ടിൽ ഒരു ഉമ്മയും 2 മക്കളും താമസിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ അടുക്കള പണി ചെയ്തുകൊണ്ടാണ് പൊന്നുമക്കളെ വളർത്തുന്നത്. ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് ഉമ്മയെന്ന് പറഞ്ഞ ജീവനാണ്. എത്രയോ ദിവസങ്ങളിൽ സാധുവായ പൊന്നുമ്മ കടന്നുപോയി അടുക്കള പണി ചെയ്തിട്ട് പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുമ്പോ 10-16 വയസ്സുള്ള മൂത്ത മകൻ ഉമ്മയോട് പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ജോലിക്ക് പോകുന്നത് കാണുമ്പോ മനസ്സ് വേദനിക്കുന്ന ഉമ്മ, മനസ്സ് വിഷമിക്കുന്ന ഉമ്മ, മനസ്സ് നൊമ്പരപ്പെടുന്ന ഉമ്മ. അതുകൊണ്ട് അടുത്തുള്ള ഒരു യതീംഖാനയിലേക്ക് എന്നെയും എന്റെ അനുജനെയും കൊണ്ടാക്കിയാൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇൽമ പഠിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പറഞ്ഞു വിടാൻ ഉമ്മാക്ക് വിഷമമാണ്. മക്കളെ പറഞ്ഞു വിടാൻ ഉമ്മാക്ക് വിഷമമാണ്. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കരയുകയാണ്. എന്നാലും പ്രിയപ്പെട്ട പൊന്നുമക്കളാണല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ആഗ്രഹത്തിന് അവിടെ നിന്ന് തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് യതീംഖാനയുടെ ഉള്ളിലേക്കൊന്ന് പൊന്നുമക്കളെ കൊണ്ടുപോവുകയാണ്. മക്കളെ കൊണ്ടുവന്ന ഉസ്താദിനെ ഏൽപ്പിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദ് പാപ്പയില്ലാത്ത മക്കളാണ്, യഥാർത്ഥത്തിൽ അനാഥ മക്കളാ. ഈ പ്രിയപ്പെട്ട പുന്നാര മക്കളെ ഇവിടെയാക്കുകയാണ്. അവരിവിടെ നിന്നുകൊണ്ട് പഠിക്കട്ടെ, അവരിവിടെ നിന്നുകൊണ്ട് വലുതാകട്ടെ എന്നവിടെ നിന്ന് പറയുമ്പോൾ ഉസ്താദിന് സന്തോഷമാവുകയാണ്. ആ മക്കൾ അവിടെ ചേർത്ത് കൊടുത്തു. അവിടെ നിന്ന് പ്രിയപ്പെട്ട ഉമ്മ പിരിഞ്ഞു പോകാ ഒരുങ്ങുമ്പോ പുന്നാര മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ വിഷമമാവുകയാണ്. സുബ്ഹാനല്ലാഹ്, വേദനയോടെ വിഷമത്തോടെ ആ ഉമ്മ കരഞ്ഞു പോവുകയാണ്. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവസാന ഉസ്താദിന്റെ സമക്ഷത്തിലൊന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു പോവുകയാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ, ഇവരില്ലാതെ ഇന്നേ വരെ ഒരു
ദിവസം പോലും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ തനിച്ചാണല്ലോ കിടക്കാനുള്ളത്. അതുകൊണ്ട് ഒരേ ഒരു അവസരം എനിക്ക് തരുവോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ? ഓരോ വ്യാഴാഴ്ചയാകുമ്പോഴും എന്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടാവോ? ആ മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ആ മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പൊന്നുമക്കളെ ഒന്ന് പറഞ്ഞു വിടാവോ? ഉസ്താദ് പറഞ്ഞ് പ്രശ്നമാണ്, മക്കളെ പറഞ്ഞു വിടാൻ പറ്റൂല. നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിട്ടുപോയാൽ ബാക്കിയുള്ളവന്റെ മക്കളെ കൂടെ പറഞ്ഞു വിടണമല്ലോ. വേദനയോടുകൂടി ആ ഉമ്മ കരയാനൊന്ന് തുടങ്ങുമ്പോ യാ അല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് സമ്മതിക്കുകയാണ്. പെങ്ങളെ, വ്യാഴാഴ്ച ദിവസമാകുമ്പോ മക്കളെ പറഞ്ഞു വിടാം. വെള്ളിയാഴ്ച സ്കൂള് വിട്ടാൽ ഈ മക്കളെ ഇവിടത്തേക്ക് തന്നെ പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അത് സമ്മതിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്, സമ്മതിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഓരോ വ്യാഴാഴ്ചയാകുമ്പോഴും പൊന്നുമക്കള് വീട്ടിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ഉമ്മ ഭക്ഷണം വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട മക്കള് വന്നാ അന്നത്തെ വ്യാഴാഴ്ച ദിവസം ഉമ്മാക്ക് പെരുന്നാളിന്റെ ദിവസമാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാ. ഒരു വേള ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ആങ്ങള ഈ സഹോദരിയെ വിളിക്കുകയാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് കടന്നു വരാവോ? പ്രിയപ്പെട്ട സഹോദരി ചോദിച്ചു പോയി, എന്തിനാ വരുന്നത്? മകനിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നിവിടെ പ്രഭാഷണത്തിന് കടന്നു വന്നിരിക്കുന്ന എന്റെ പെങ്ങളെ, മക്കൾക്ക് പനിയാണെന്നറിഞ്ഞു പോയാൽ ഇവിടെ ഇരിക്കുന്നവരുമാക്ക് സമാധാനം കിട്ടുവോ? മക്കൾക്ക് വിഷമമാണെന്ന് പറഞ്ഞു പോയാ ഇവിടെ ഇരിക്കുന്നവരുമാക്ക് നല്ലതുപോലെ ഭക്ഷണം ഇറങ്ങുവോ? ഇവിടെ ഇരിക്കുന്ന ബാപ്പാക്ക് അത് സഹിക്കാൻ പറ്റോ? അവിടെ സാധുവായ പെങ്ങൾ ഒരു പാത്രം എടുക്കുകയാണ്. ആ പാത്രത്തിൽ മുഴുവനും കഞ്ഞിയെടുക്കുകയാണ്, ഒരു ബെഡ്ഷീറ്റ് മടക്കിയെടുക്കുകയാണ്. അതുമായിട്ട് കടന്നു പോവുകയാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളില്. യാ അല്ലാഹ്, ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പ്രിയപ്പെട്ട ആങ്ങളെ കാണുന്നത്. ചോദിച്ചു, മോനെ, പൊന്നുമോൻ എവിടെയാണ് കിടക്കുന്നത്? അവനിക്ക് ഈ പാത്രത്തിലുള്ള കഞ്ഞി വന്ന് കൊടുക്കാമല്ലോ, അവനിക്ക് ഈ പുതപ്പൊന്ന് പുതപ്പിച്ചു കൊടുക്കാമല്ലോ. അവൻ വിശക്കുന്നവനായിരിക്കാം, അവൻ തണുത്തുകൊണ്ട് കിടക്കുന്നവനായിരിക്കാം. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരന്റെ കൂടെ നിന്നിരുന്ന കൂട്ടുകാർ അറിയാതെ കരഞ്ഞു പോകുമ്പോ, അറിയാതെ കണ്ണുനീര് വരുമ്പോ സാധുവായ പൊന്നുപെങ്ങൾ ചോദിച്ചു പോവുകയാണ്, പൊന്നുമോനെ, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആ ഒരു സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഇത്താ, നിങ്ങളോട് പറയാ ഞങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല, നിങ്ങളോട് പറയാ ഞങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല. മനസ്സ് പൊട്ടിപ്പോവുകയാണ്. അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ധൈര്യസമേതം മുന്നോട്ട് വരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഇത്താ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കരയുവോ? നിങ്ങൾ വിഷമിക്കുവോ? നിങ്ങൾ വേദനപ്പെടുവോ? അവിടെ നിന്ന് പറഞ്ഞു, മക്കളെ, ഞാനെന്തിന് കരയാനാണ്? ഞാനെന്തിന് വേദനപ്പെടാനാണ്? ഞാനെന്തിന് പ്രയാസപ്പെടാനാണ് എന്ന് പറയുമ്പോഴാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങളുടെ രണ്ട് മക്കളും നേരം വെളുത്ത് സ്കൂളിൽ പോയതാണ്. സുബ്ഹാനല്ലാഹ്, അവർ രണ്ടുപേരും ഒരുമിച്ച് സൈക്കിളിലൂടെ കടന്നു പോയതാണ്. പെട്ടെന്നതാ സൈക്കിളൊന്ന് മറിഞ്ഞു വീഴുകയാണ്. ഇളയ പൊന്നുമോന് മറിഞ്ഞു വീണത് റോട്ടിലേക്കാ. എപ്പോഴും വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണല്ലോ. പെട്ടെന്ന് പൊന്നുമോനൊന്ന് മറിഞ്ഞു വീണപ്പോ പെട്ടെന്നൊരു വാഹനം വന്നു. ഇത്താ, വാഹനം വന്നിട്ട് പ്രിയപ്പെട്ട പൊന്നുമോന്റെ തലയിലൂടെ വാഹനം അങ്ങ് കയറിയങ്ങ് ഇറങ്ങിയെന്ന് വിളിച്ചു പറയുമ്പോ തന്നെ എന്റെ പെങ്ങളെ സഹിക്കാൻ പറ്റോ? എന്റെ പെങ്ങളെ സഹിക്കാൻ പറ്റോ? സാധുവായ പൊന്നു പെങ്ങളെ ബോധരഹിതയായി വീണു പോവുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ വാരിയെടുത്തുകൊണ്ട് വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, പൊന്നുമകനിക്കൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ കഞ്ഞിപ്പാത്രം താഴെ വീഴുകയാ. കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് കണ്ണീരിൽ മുങ്ങുകയാണ്. വീട്ടിലേക്കൊന്ന് ചെന്നിരുന്നു. ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. എപ്പോഴാ വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ട്
കൊണ്ടുപോകുന്ന എന്നറിയോ? വ്യാഴാഴ്ച ദിവസമാണ്. പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടുന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുന്ന ദിവസമാണ്. ആ ഒരു വ്യാഴാഴ്ച ദിവസത്തിൽ കാത്തിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട പൊന്നുമകന്റെ മയ്യത്തുമായി ആയിരക്കണക്കാന് ആലിമീങ്ങളും ഉസ്താദുമാരും കടന്നു വരികയാണ്. ആയിരക്കണക്കാന് ആലിമീങ്ങളും ഉസ്താദുമാരും കടന്നു വരികയാ. അവരൊക്കെ കൊണ്ടുവരുന്ന മയ്യത്ത് കൊണ്ടുവരുന്നു. ഈ സഹോദരിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഈ സഹോദരിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ആരോ ചെന്ന് പറയുന്ന പെങ്ങളെ, നിങ്ങളുടെ പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവരികയാണ്, പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവരികയാണ് എന്ന് പറയുമ്പോ തന്നെ മനസ്സ് പൊട്ടിയിട്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് തളർന്നു പോവുകയാണ്. മയ്യത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിലേക്കൊന്ന് വെക്കുകയാ. ആയിരക്കണക്കാന് ആലിമീങ്ങളുണ്ടവിടെ, ആയിരക്കണക്കാന് മുത്തല്ലിമീങ്ങളുണ്ടവിടെ, ആയിരക്കണക്കാന് ഒരുപാട് സാധാരണക്കാരുണ്ടവിടെ. എല്ലാവരും പൊന്നുമകന്റെ മയ്യത്ത് കാണുകയാണ്. അവസാനം മയ്യത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ പ്രിയപ്പെട്ട പൊന്നുമകളെ കൊണ്ടുവരികയാണ്. യാ അല്ലാഹ്, മയ്യത്ത് കൊണ്ടുവച്ചിരിക്കുന്ന അതിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. അവിടെ ചെന്നിട്ട് ആ പൊന്നുമകന്റെ മുഖത്തുള്ള തുണി എങ്ങോട്ട് മാറ്റുമ്പോ ആ സഹോദരിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഇന്നത്തെ വ്യാഴാഴ്ച ദിവസത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ആരാണ്? എന്റെ പൊന്നുമകനും എന്നോട് മിണ്ടാതെ പോവുകയാണോ? ആ മയ്യത്തിന്റെ ചാര വന്നിരിക്കുമ്പോ ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്. കാരണം ഒരു അനാഥ മന്ദിരത്തിൽ പഠിച്ച മകനാണല്ലോ. അവിടെ ഇരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, സാധുവായ പെങ്ങൾ അവിടെ നിന്ന് പറയാണ്, മോനെ, ഏത് സമയമായാലും പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി വന്നുകൊണ്ട് മുത്തം തരുന്നത് നീയാണല്ലോ. അവന്റെ കൈ വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്നിട്ട് മുത്തം തരുന്നത് നീയാണല്ലോ. എന്തിനേറെ എപ്പോഴെങ്കിലും ബാപ്പയില്ലാത്ത വിഷമോർത്തുകൊണ്ട് നിന്റെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയാ ആ കണ്ണുനീര് തുടക്കുന്ന മോനെ, ഇന്ന് നിന്റെ ഉമ്മ കരയുകയാണ്, നിന്റെ ചാര വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഉമ്മയോടൊന്നും പറയാൻ നിനക്കില്ലേ? ഉമ്മയോടൊന്നും പറയാൻ നിനക്കില്ലേ? ആ പൊന്നുമകന്റേതായിട്ടുള്ള മുഖത്തൊന്ന് തടവുകയാണ്. തടവിയിട്ട് നിന്ന് ചുടുമത്തം കൊടുത്തിട്ട് അവിടെ ആളുകൾ മയ്യത്ത് പൊതിഞ്ഞെടുക്കാൻ പോകുന്ന സമയം സുബ്ഹാനല്ലാഹ്, അവിടെന്ന് പറയുന്നു, ഒരൊറ്റ പ്രാവശ്യം കൂടെ എന്റെ പൊന്നുമോന്റെ മുഖമൊന്ന് കാണിക്കാവോ? ഒരു പ്രാവശ്യം കൂടെ എന്റെ പൊന്നുമോന്റെ മുഖം എനിക്കൊന്ന് കാണിക്കാവോ? അതൊന്ന് കാണട്ടെ. ഇനി എനിക്ക് എന്റെ കുഞ്ഞുമോന്റെ ശരീരം കാണാൻ എനിക്ക് ഇനി കഴിയില്ല. അവിടെ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യവും കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. മയ്യത്ത് കൊണ്ടുപോവുകയാ, മയ്യത്ത് കൊണ്ടുപോവുകയാണ്. അവസാനം ജനാലയുടെ പാളിയിലൂടെ നോക്കുകയാ. മൂത്ത മകനതാ കടന്നു പോവുകയാണ്. സന്തോക്കിന്റെ ഒരു കാലും പിടിച്ച് പ്രിയപ്പെട്ട കുഞ്ഞുമകന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു ഓർമ്മ മാത്രമേ ആ പൊന്നുമകനിക്കുള്ളൂ. ഇന്നതാ ആ പ്രിയപ്പെട്ട കുഞ്ഞനുജന്റെ സന്തോക്കിന്റെ കാലിൽ പിടിച്ചിട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ നടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ടാ കൊണ്ടുപോകുന്നത്. മയ്യത്ത് കൊണ്ട് ചെന്ന് കബറടക്കി എന്റെ പെങ്ങളെ. അന്ന് പ്രിയപ്പെട്ട പൊന്നുമോനതാ കടന്നു വരികയാണ് മൂത്ത മകൻ വീട്ടില്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടത്തേക്ക് പ്രഭാഷണത്തിന് പോവുകയാണ്. അപ്പോഴാ ഈ സഹോദരിയുടെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, ഇന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് പോകുമ്പോ ഈ ഒരു നൂലൊന്ന് മന്ത്രിച്ചു തരാവോ? ഞാൻ ചോദിച്ചാർക്കാണ്? പ്രിയപ്പെട്ട ഇത്താക്ക് വേണ്ടിയാണ്. എന്തേ പ്രിയപ്പെട്ടവൾക്ക് പറ്റിയത്? ആ ഒരു സമയത്താണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. അവളുടെ സമനിലയെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്. അവളുടെ സമനിലയെല്ലാം തെറ്റിപ്പോയിരിക്കുകയാ. പാതിരാത്രി ആയാൽ എന്റെ റൂമിന്റെ വാതിലിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് മുട്ടുകയാണ്. ഞാൻ അവിടെ നിന്ന് വാതിൽ തുറക്കുമ്പോ
എന്റെ പ്രിയപ്പെട്ട സഹോദരി വിളിച്ചു പറയുകയാണ്, ഒന്ന് കടന്നു വരുവോ, എന്നോടൊപ്പം ഒന്ന് കടന്നു വരുവോ, എന്നോടൊപ്പം ഒന്ന് കടന്നു വരുവോ. ഞാൻ ചോദിച്ചു, ഉസ്താദ് എവിടത്തേക്കാണ്? ആരടി മണ്ണാവുന്ന പള്ളിക്കാട്ടിൽ, അവിടെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ തനിച്ച് കിടക്കുകയാണല്ലോ. ഇവിടെ ഈ റൂമിന്റെ ഉള്ളിൽ നമ്മൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് പോലും ഒന്ന് വെളിച്ചമില്ലെങ്കിലോ ആ പൊന്നുമകൻ ഒറ്റയ്ക്ക് എഴുന്നേൽക്കാറില്ല. അങ്ങനെ ഉള്ള പൊന്നുമകനെന്ന് ബാപ്പയില്ലല്ലോ, ഉമ്മയില്ലല്ലോ, സഹോദരങ്ങളില്ലല്ലോ, കൂട്ടുകാരില്ലല്ലോ, കൂടപ്പിറപ്പുകളില്ലല്ലോ, ബന്ധുമിത്രാദികളില്ലല്ലോ, ആരുമില്ലാത്ത പച്ചമണ്ണാവുന്ന കബറിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ പാതിരാത്രിയിൽ പൊന്നുമകന്റെ കബറിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നൊരു സ്വഭാവമുണ്ട്. അത് മാറാനെന്ന് ദ്വാരക്കാവോ. ഇന്നിവിടെ കടന്നു വന്ന ഉമ്മ, നിങ്ങൾക്കുമില്ലേ 12 വയസ്സുള്ള മക്കള്, 16 വയസ്സുള്ള മക്കള്, 20 വയസ്സുള്ള മക്കള്, 30 വയസ്സുള്ള മക്കള്. നിങ്ങളാണോ, നിങ്ങളുടെ ഭർത്താവാണോ, നിങ്ങളുടെ മക്കളാണോ, നിങ്ങളിൽ ആരാണ് പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു എന്ന് പറയാറ് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും അഴിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? എത്രയോ പാപത്തിന്റെ കെടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ കടന്നു പോയതാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൽബുകൊണ്ട്, ശരീരം കൊണ്ട്. പടച്ച റബ്ബേ, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോ, അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ലാതെ കടന്നു പോകുമ്പോ, പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ ധ്വനി എന്ന് മുടങ്ങി കേൾക്കുമ്പോ, അള്ളാഹുവേ ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ളൊരു ബോധമില്ലാതെ പടച്ചവന്റെ പള്ളിയുടെ മുമ്പിലൂടെ കടന്നു പോയിട്ട് പോലും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സമയം കണ്ടെത്താത്ത ചെറുപ്പക്കാരാ, നിങ്ങളെ ഞാൻ കുറ്റം പറയുകയല്ല. എന്തിനാണ് പൊന്നുമോനെ പറയുന്നു എന്നറിയോ? 12 വയസ്സുള്ള മക്കള് പിരിഞ്ഞല്ലോ. ഈ തൊട്ടടുത്താണ് 23 വയസ്സുള്ള ചെറുപ്പക്കാര്. ഉമ്മയെ നോക്കുന്ന, ബാപ്പയെ നോക്കുന്ന, കുടുംബത്തെ നോക്കുന്ന, സഹോദരിമാരെ നോക്കുന്ന സാധുവായൊരു ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അങ്ങനെ എത്രയോ ചെറുപ്പക്കാര് വിട പറഞ്ഞു. ആ ഒരു ഓർമ്മയാ നമ്മുടെ ഉള്ളിൽ വേണ്ടുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു എന്തിനാ മരണത്തെ പടച്ചു എന്നറിയോ? ഷമീർ ദാരിമിയാണ് ലോകത്തോട് വിട പറഞ്ഞതെങ്കിലോ എന്റെ മയ്യത്ത് കാണാ നിങ്ങൾ വരുമ്പോൾ അല്ലാഹുവേ അവനെത്ര പെട്ടെന്നാണ് വിട പറഞ്ഞു പോയത്, അവനെത്ര പെട്ടെന്നാ മരിച്ചത്. നമ്മുടെ അവസ്ഥ എപ്പോഴാണ് എന്ന് പറയാ ഒരാളെ കൊണ്ടും പറ്റൂല. അതുകൊണ്ട് ഹബീബേ, നിസ്കരിക്കുമ്പോൾ ഏത് സമയത്ത് ഈമാനികമായ ചിന്ത കടന്നു വരണോ, ഏതൊരു വഴിയിലൂടെ കടന്നു പോയാൽ ആ ഒരു ചിന്ത കടന്നു വരണോ. അതിന് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴല്ലേ റസൂലുള്ള പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ മരണത്തെ പറ്റിയുള്ള ഓർമ്മ വേണമെന്നാണ്. ചെറുപ്പക്കാരാ, നമ്മൾ എത്രയോ മതിമറന്നു പോയി. അല്ലാഹു തന്ന മുഴുവൻ നിഅമത്തുകളും മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോയതാണല്ലോ. ഈ തൊട്ടടുത്തല്ലേ നമ്മളൊക്കെ വായിച്ചു പോയത്. IPL-ന്റെ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ടീമുകൾ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളൊക്കെ ഒരുപാട് വായിച്ചു പോയ ഫേസ്ബുക്കിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ, ഒരു കളിക്കാരന്റെ കഥയുണ്ടല്ലോ. നമ്മൾ അറിയാവുന്ന ഹാഷിം അംല എന്ന് പറയുന്ന താടി വെച്ച ഈമാനിന്റെ മാധുര്യമുള്ളൊരു ചെറുപ്പക്കാർ. അല്ലാഹുവേ, എന്തിനാണ് അങ്ങനെ സന്തോഷം കടന്നു വന്നത്? താൻ ഒരുപാട് റണ്ണടിച്ചു കൂട്ടിയപ്പോ തനിക്കവിടെ നിന്ന് കിട്ടുന്ന ഓറഞ്ചിന്റെ തൊപ്പി മേടിക്കാൻ അവിടെ നിന്ന് കാത്തുനിന്നില്ല. അവിടത്തെ അവാർഡിന് വേണ്ടി കാത്തുനിന്നില്ല. അവിടെ നിന്ന് വിളിച്ചു പറയുന്ന അവിടെ നിന്ന് ഹാഷിം അംലാനെ വിളിച്ചപ്പോ മാഷ്വല്ല അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു പോയത്, ഹാഷിം അംല എന്ന് പറയുന്ന ചെറുചെറുക്കുള്ള ഈമാനിന്റെ മാധുര്യമുള്ള ചെറുപ്പക്കാർ അതാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയിരിക്കുകയാണ്. അവിടെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന സമ്പത്തിനോടല്ല പ്രേമമുണ്ടായത്, ഒരു ഓറഞ്ചിന്റെ തൊപ്പിയോടല്ല പ്രേമമുണ്ടായത്. താൻ അടിച്ചുകൂട്ടി റണ്ണിൻ്റെതായിട്ടുള്ള സംഭാവന
പടച്ചവനെയോടല്ല പ്രേമമുണ്ടായത്, പിന്നെ ആരോടാ? തനിക്കൊരുപാട് നിഅമത്തുകൾ കൊടുത്തുപോയ പടച്ചറപ്പിന് വേണ്ടി അവിടെ നിന്നതാ മടങ്ങിപ്പോകുമ്പോ മാക്സ്വെല്ലാണ് ചെന്നുകൊണ്ട് ഹാഷിം അംലയുടെ അവാർഡ് ഏറ്റുവാങ്ങിയെന്ന് പറയുമ്പോ അത്ര പോലും ഒരു ഈമാനിന്റെ മാധുര്യമില്ലാതെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുമ്പോ ലോകത്തിന്റെ രാജകുമാരൻ നമ്മളോട് പറഞ്ഞു പോയത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉൽഖുറുൽ മനിയാ, നിന്റെ മരണത്തെ പറ്റിയുള്ള ഓർമ്മയാണ്. ചെറുപ്പക്കാരാന്ന് വിളിച്ചുകൊണ്ട് ഉമ്മമാര് ഒഴിവായെന്നല്ല, ചെറുപ്പക്കാരാന്ന് വിളിച്ചിട്ട് ഉമ്മമാര് ഒഴിവായി എന്നല്ല, എല്ലാവരും സെയിമാണ്. മരിക്കുമെന്നുള്ളൊരു ബോധം മനുഷ്യന്റെ ഉള്ളിലുണ്ടോ? ഈ പ്രഭാഷണത്തിന്റെ സദസ്സിൽ ഉള്ളവർ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ റബ്ബേ ഇതൊരു സദസ്സാണ്, സ്വർഗീയ തോപ്പാണ്, ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നാളെ ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, ആരാരും ഇല്ലാത്ത വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. ഒരു മനുഷ്യനും ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മളൊക്കെ സഞ്ചരിക്കുകയാണ്. എപ്പോഴാ നമ്മൾ പോവാന്നോ ഏത് സെക്കൻഡില്ല നമ്മൾ മരിക്കാന്നോ ഒന്നൊരു ഓർമ്മയില്ലല്ലോ. മനുഷ്യന്റെ വിചാരണ അടുത്തില്ലേ? അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരട്ടെ. ഉറക്ക നാമീൻ ഉപ്പമാരെ, അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ, അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. മരണത്തെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞ എന്തിനാണ്? അള്ളാഹിനെ പറ്റി ഓർക്കാനാണ്. അതുകൊണ്ടാണല്ലോ നരകത്തിന്റെ ചാര മനുഷ്യന്മാർ അള്ളാഹു തആല കൊണ്ടിരുത്തും. അള്ളാഹിന്റെ നരകത്തിന്റെ ചാര മനുഷ്യന്മാർ അള്ളാഹു തആല കൊണ്ടിരുത്തും. എന്നിട്ട് അള്ളാഹു തആല എന്താ പറഞ്ഞറിയോ? ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഖീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹു ഖസനതുഹാ അലം നാതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകല്ലബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ. നരകത്തിന്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടിരുത്തും. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് എത്തിക്കട്ടെ എന്ന് പറയും. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ ഭാഗത്ത് എത്തിക്കട്ടെ. നരകത്തിന്റെ ചാര മനുഷ്യന്മാർ ഇങ്ങനെ കൊണ്ടിരുത്തിയിട്ട് ചോദിക്കും, മോനെ അലം നഅതികും നദീർ, നിനക്കൊരു മുന്നറിയിപ്പുകാര് കടന്നു വന്നിട്ടില്ലേ? നീ മരിക്കുമെന്ന് പറയാൻ, അതുകൊണ്ട് നിസ്കരിക്കണമെന്ന് പറയാൻ, അതുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ സദസ്സിനെ ബഹുമാനിക്കണമെന്ന് പറയാൻ നിനക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റും. നമ്മളൊക്കെ എന്താ പറയുക? ബലാ ഖദ് ജാഅനാ നദീർ, അല്ലാഹുവേ മുഴുവൻ മുന്നറിയിപ്പുകാരൻ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഫകദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ, ഖബറിന്റെ അദാബിനെ പറ്റി പറഞ്ഞതും ഒക്കെ നമ്മൾ കളവാക്കി. സുബ്ഹാനല്ലാഹ്. പടച്ചോനെ, ഈ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. മനസ്സറിഞ്ഞ് പറഞ്ഞോളൂ, ഉള്ളവർ ഉറക്കെ പറയും, അല്ലാഹുവേ ഞങ്ങൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, അല്ലാഹു തആല ചോദിക്കൂലേ, അപ്പോ നിസ്കരിച്ചിട്ടില്ല റബ്ബേ, മരണത്തെ പറ്റി ഓർത്തിട്ടില്ല റബ്ബേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വന്നാൽ ഞാനതൊക്കെ മറന്നുപോയി, കളവാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ലാഹ് എന്താ പറയാ? ഇന്ന ജഹന്നമ
كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا فكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. നരകത്തേക്ക് അല്ലാഹു തആല ഇങ്ങനെ നോക്കാൻ അല്ലാഹു പറയാൻ, നീ എന്ത് വിചാരിച്ചു? ദുനിയാവിന്റെ പുറത്തുകൂടി ഇങ്ങനെ പോയ ഒന്നുമില്ലാന്ന് വിചാരിച്ചു? ഇന്ന ജഹന്നമ കാനത് മിർസാദ. അല്ലാഹു നരകത്തെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കാൻ. ആർക്ക് വേണ്ടി? ലിത്വാഗീന മആബാ അയിൽ മുഖാലിഫൂന ലിറുസുലില്ലാഹ്. അല്ലാഹുവിന്റെ മുർസലുകൾ എന്തു പറഞ്ഞോ അതിന് നേരെ വിപരീതം കാണിച്ചവരാരാണോ അവർക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഇങ്ങനെ നോക്കുന്ന നരകത്തിലേക്ക്, എന്നിട്ട് പറയാൻ ജസാഅം ബിഫാഖ. ജസാഅം ബിഫാഖ, യോജിച്ച ശിക്ഷ, യോജിച്ച ശിക്ഷ. അല്ലാഹുവേ, നമ്മൾ ആ കൂട്ടത്തിൽ നീ ആരെയും ഉൾപ്പെടുത്തല്ല റഹ്മാനെ. ഒക്കെ പറയപ്പമാർ ഇന്നത്തെ ദിവസം അത്ര പോരിശുണ്ട്. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഷഅബാന്റെ അന്നേ ഈ മാസത്തിൽ വന്നവരങ്ങോട്ട് മടങ്ങൂ. ഇനി തുച്ഛമായ സമയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഉറക്കെ പറയും, അവർ നമ്മുടെ ആമീൻ, അവർ കാവലുണ്ട്. പടച്ചവനെ, ഞങ്ങളെ നിന്റെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ നമുക്കൊരു കുഴപ്പമില്ല. ഒരാൾ ഒരു സ്ഥലത്ത് പോയിട്ട് നല്ല സൂര്യന്റെ ചൂട് കൊണ്ട് ചൂടേറ്റിട്ട് അല്പം തണുത്ത വെള്ളം കിട്ടാനാ പോയത്. പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചു, കുറച്ച് നല്ല തണുത്ത വെള്ളം തരും, അപ്പൊ നല്ല കട്ട ചൂടുള്ള വെള്ളം തന്നാലോ? നമ്മുടെ മനസ്സിന്റെ വിപ്ലവത്തായിരിക്കും. ഇത് നമുക്ക് വേണ്ട, എത്ര ബുദ്ധിമുട്ടിയാലും ശരി ആ വെള്ളം മേടിക്കൂല. നമ്മൾ പോയത് കുറച്ച് തണുത്ത വെള്ളം കിട്ടാനാണ്. അല്ലെ, സ്വർഗത്തിന്റെ സന്തോഷം നമുക്ക് വേണം. അതിനാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹുവേ, നമുക്ക് നീ സ്വർഗം തരണേ പടച്ചോനെ. ഞാൻ നിങ്ങൾക്ക് നരകത്തിൽ നിന്നും, അള്ളാന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ദിക്ർ പറഞ്ഞു തന്നാല് അത് ചൊല്ലുന്നവർക്ക് അള്ളാന്റെ ഹബീബിന്റെ ഓഫറാണ്. നിങ്ങളത് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്നാണ്. അള്ളാന്റെ നരകത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഞാൻ ഉമ്മമാരെ അവിടെ തന്നെ ഇരിക്കാം. ആ ദിക്ർ ഇവിടെ വെച്ച് നമ്മൾ പറഞ്ഞാൽ, ഞാൻ ആ ദിക്ർ ഇന്ന് മുതൽ ചൊല്ലുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നവർക്ക് ഒന്ന് കൈവയ്ക്കി നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഉള്ളവർ അവിടെ നിന്ന് ഉറക്ക ആമീൻ പറയുമ്പോൾ എനിക്ക് വിഷയമില്ല കേട്ടോ. ഒരാളാണെങ്കിലും അത് വന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കാനാണ്. ഞാൻ ആ ഒരു അഭിപ്രായക്കാരനാണ്. സദസ്സ് എനിക്ക് അങ്ങ് അറ്റം വരെ എനിക്ക് ആള് വേണമെന്നില്ല. രണ്ടാളാണെങ്കിലും ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. കാരണം ആ രണ്ടുപേര് വന്നത് അള്ളാന്റെ ദീനിന് വേണ്ടിയാണ്. അപ്പോ അത് മതി എനിക്ക്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും വാളു പറയുന്നുണ്ട്. ചിലടത്ത് ഒരുപാട് ആളുണ്ടാവും, ചിലടത്ത് ഉണ്ടാവൂല. എന്നാൽ രണ്ടും എനിക്ക് സമ്മാനം. ഉള്ളവർ കേൾക്കും, എതിര് കേൾക്കില്ല. അല്ലാഹു ഇവിടെ വന്നവർക്ക് അല്ലാഹു തആല സ്വർഗം തരട്ടെ, അല്ലാഹു തആല സ്വർഗം തരട്ടെ. അതുകൊണ്ട് ചെറിയൊരു ദിക്റാണ്, ചെറിയൊരു ദിക്ർ. ആ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഹബീബിന്റെ അതരങ്ങളിലൂടെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടിലൂടെ വന്നതാണ്. അവർക്ക് അല്ലാഹുവിന്റെ നരകമില്ലെന്നാണ്. എന്തിനാ? ഒരു വേള ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തിലേക്ക് സ്വലാത്ത് നമുക്ക് വേണ്ടി ഇഷ്കിൻ നിലാവേ മധുഹൂറും റസൂലേ പൂവിൻ അഴകേ കനിവേറും നിലാവേ ഇഷ്കിൻ നിലാവേ മധുഹൂറും റസൂലേ പൂവിൻ അഴകേ കുളിരോറും നിലാവേ ആനന്ദ പൂവേ മധുഹൂറും റസൂലേ കനിവേറും നിലാവേ എൻ്റെ ആരംഭ പൂവേ. അതുകൊണ്ട് ഉറക്കെ വന്ന് ചൊല്ലിക്കോ. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് ഒരു 2 മിനിറ്റ് മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നു കൊണ്ട് കരയുകയാണ്. ആ ഒരു സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയൻ കറമഹുല്ലാഹ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു ചൊല്ലുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നത് ഹബീബിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി തിറ്റിറ്റി വീഴുകയാണ്. അലിയാദങ്ങൾ ചെല്ലുമ്പോ മുസ്തഫ നബി തങ്ങളെ താടി രോമങ്ങൾ നനയും മാതിരി കരയുന്നു. ചോദിച്ചു, അല്ല യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത് നബിയേ? നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത് നബിയേ? നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് നബിയേ? ആ ഒരു സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി ഇന്നത്തെ ആയത്തുകൾ കേട്ടപ്പോ പേടിച്ചു പോയതാണ്. أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. ആ ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ നരകത്തെ പറ്റി വിവരിക്കുന്നതാണ്. റഹ്മത്തിന്റെ മാലാകമാരെ പറ്റിയിട്ടല്ല, അല്ലാഹുവിന്റെ നരകത്തിന്റെ മാലാകമാരെ പറ്റിയാണ്. ജിബ്രീൽ പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയതാണ്. അത് മാത്രവുമല്ല അലിയേ, ആ ജിബ്രീലും കരഞ്ഞു പോവുകയാണ്. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവിടെ വെച്ചുകൊണ്ട് പറയുന്ന മറുപടിയാണ്, അല്ലാഹുവിന്റെ നബിയേ, ഇബ്ലീസ് എവിടെയാണ്? നരകത്തിന്റെ പടുകുഴിയിലേക്കല്ലേ കടന്നു പോയത്? നമ്മുടെ നേതാവായിരുന്നല്ലോ. അതുകൊണ്ട് പേടിയാണ് നബിയേ, അതുകൊണ്ട് പേടിയാണ് റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജിബ്രീൽ കരഞ്ഞപ്പോ ഞാനും കരഞ്ഞു പോയതാണ് അലിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോവുകയാണ്, അലിയേ പേടിയില്ലേ? അലിയാ തങ്ങൾ പറഞ്ഞ റസൂലല്ലാഹ് പേടിയാവുകയാണ്. വമൻ നജാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ്, ആ ഒരു ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനേറെ ഈ ഒരു ചൂട് പോലും സഹിക്കാൻ എന്റെ പെങ്ങളെ നമുക്കൊന്ന് കഴിയുന്നില്ലല്ലോ. ഈ ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ശരീരം വിയർത്തു കുളിക്കുകയാണല്ലോ. ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ പറയണോ പടച്ചവന്റെ നരകത്തിന്റെ ചൂട്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അറിയാവുന്ന, നിങ്ങൾ ചൊല്ലിയിരുന്ന ചെറിയൊരു ദിക്റുണ്ടല്ലോ, അതിന്റെ മഹത്വത്തെ പറ്റിയാ പറഞ്ഞു പോകുന്നത്. വമൻ നജാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? അപ്പോഴാണ് നിങ്ങളോട് സ്നേഹമുള്ള, എന്നോട് സ്നേഹമുള്ള, ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ റിസാലത്തിന്റെ പൊൻവരണ പൂമാനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോയത്, അക്സിറൂ ذكر يا ذا الجلال والإكرام أكثروا ذكر يا ذا الجلال والإكرام يا ذا الجلال والإكرام എന്നുള്ള ദിക്ർ പതിവാക്കുന്നവരാരാ? അവർക്ക് അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടില്ലല്ലോ, അല്ലാഹുവിന്റെ അദാബിന്റെ മാലാകമാരുടെ കാഠിന്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ദിക്റാൻ നിങ്ങൾ ചൊല്ലുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തിന്റെ മുത്ത് നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങളത് ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ചൊല്ലൂല ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്. ഒരുപാട് വേണ്ട, ഒരു 11 വട്ടം യാദൽ ജല, 1 മിനിറ്റ് പോലും വേണ്ട, ഒരു 11 പ്രാവശ്യം എല്ലാ ദിവസവും ഇന്ന് ചൊല്ലാൻ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചൊല്ലൂലേ? ചൊല്ലൂല ഇൻഷാ അല്ലാഹ്. ഒന്ന് കൈ ഉയർത്തി നോക്ക്, അടുത്ത ആൾക്കാർ ചൊല്ലും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ കരങ്ങളെ നാളെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടി കൊണ്ടുപോകാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, ഒന്നുമില്ലെങ്കിലും എൻ്റെ ഉമ്മമാരായാലും ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ എനിക്കതിന്റെ പ്രതിഫലം കിട്ടി. ഞാൻ അതിനു വേണ്ടി വന്നതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് ഇതിനേക്കാൾ സന്തോഷകരമായ അള്ളാഹ് നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ,
നരകത്തിന്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹു തആല ചോദിക്കും, മോനെ അലം നഅതികും നദീർ, നിനക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ മരിക്കുന്ന? നീ എന്തുകൊണ്ട് മറന്നുപോയി? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് എൻ്റെ ഉമ്മമാരെ അല്ലാഹു മരണത്തെ പടച്ചത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എന്താ ചെയ്യാ? നിങ്ങൾ അവരുടെ മയ്യത്ത് കാണാൻ പോകും. എന്നിട്ട് അവള് കുഴപ്പമില്ല, ചിരിച്ചോണ്ട് കിടക്കുന്നു എന്ന് പറയാനല്ല, നല്ല ചിരിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനല്ല. പടച്ചോനെ, എന്നോടൊപ്പം സംസാരിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരിയാണ്, അവള് ലോകത്തോട് വിട പറഞ്ഞല്ല. നമ്മളൊക്കെ ഒരുമിച്ച് പർച്ചേസിങ്ങിന് പോയതാണ്, എത്ര ളുഹറിന്റെ ബാങ്ക് കേട്ടു, എന്നിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ പടച്ചോനെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നന്നാവാൻ പോവാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പടച്ചോനെ, ഇവിടെ ഈ കടന്നു വന്ന് പറഞ്ഞു, അല്ലാഹ് നിന്റെ പൊരുത്തത്തിന് വന്നതാ, ഇവർക്ക് നിന്റെ പൊരുത്തത്തോടു കൂടിയുള്ള മരണം നീ കൊടുക്കണേ റഹ്മാനെ. മാനസറിഞ്ഞെന്ന് പറഞ്ഞേ, അള്ളാഹു നിന്റെ പൊരുത്തത്തോടു കൂടിയുള്ള മരണം നീ കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ ഓർക്കുക, അടുത്ത സെക്കൻഡിൽ ഇല്ലാന്ന്. ഒരാളുടെ മയ്യത്ത് കാണാൻ പോയാൽ അവിടെ ചെന്നിട്ട് സന്തോഷിക്കല്ല വേണ്ട, റബ്ബേ ഇന്ന് മുതൽ ഞാൻ നന്നാവാൻ, എന്നിട്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാം, റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാം. ഇല്ല എന്നുണ്ടെങ്കിൽ രക്ഷയില്ല, ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിനാണ്? അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ രാജകുമാരൻ അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തത്, ആയിഷ, മരണമുണ്ടല്ലോ അതൊരു മൗനിയായ ഉപദേശകനാണ്. മരണം അതൊരു മൗനിയായ ഉപദേശകനാണ്. ഓരോ മനുഷ്യരും അവരവരുടെ കുടുംബത്തിൽ മരിക്കുമ്പോ ആ മരിച്ച ആള് നിങ്ങൾ ഉപദേശിച്ചിട്ടാ പോകുന്നത്. ഞാൻ മരിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാരോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ നമ്മുടെ ജബ്ബാറിന്റെ സഹോദരങ്ങളോ ആരെങ്കിലും ഒരാള് എൻ്റെ മയ്യത്ത് കാണാനായിട്ട് കടന്നു വന്നാൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എൻ്റെ ആത്മാവ് അവരോട് പറയും, നിങ്ങൾ അങ്ങ് കാഞ്ഞങ്ങാട് ആവിൽ നിന്ന് നിങ്ങൾ ഇവിടം വരെ വന്നല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണ്ടേ? നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾ എത്ര ആളുകളുടെ മയ്യത്ത് കാണാൻ പോയോ അത്രയും മയ്യത്തുകൾ നിങ്ങളോട് ഉപദേശം നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറിയണില്ല, നമ്മൾ അറിയുന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് വരണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ കൂടെ വരാ എന്ന് പറയുമ്പോൾ നിങ്ങൾ മരിച്ചതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. പടച്ചോൻ, അതൊക്കെ വലിയ പാടാണല്ലോ, മരിച്ചായിട്ടൊക്കെ സങ്കല്പിക്കുക. വേറെ വല്ലതും പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കാം. നിങ്ങൾ പേടിക്കണ്ടെന്ന് ഒന്ന് ചിന്തിക്കില്ല. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ മരിച്ചതായി സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ട്, അതുപോലെ നിങ്ങളുടെ മക്കൾ കരയുന്നതായിട്ടും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവർ നിങ്ങളുടെ മയ്യത്ത് പൊതിയുന്നു, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച്, ഈ ഇരിക്കണ ഒരാൾക്കും ഇവിടെ നിന്ന് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റൂല. മനസ്സുകൊണ്ട് നമ്മൾ ഒന്നുമില്ല, നമ്മൾ കരഞ്ഞു പോകൂലേ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, ആയിഷ, ഒരാള് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവന്റെ റൂഹ് കരഞ്ഞുകൊണ്ട് അവരോട് പറയാറുണ്ടല്ലോ, ഞാനാ മരിച്ചു പോയതെങ്കിലോ ഒന്നുകിൽ ഇരിക്കുന്ന ഉസ്താദുമാരല്ലെങ്കിൽ എന്റെ സുഹൃത്ത് ജബ്ബാറോ, ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിന്റെ ഓപ്പറേറ്റർമാരോ ആരെങ്കിലും ഒരാൾ എന്റെ മയ്യത്തിന്റെ ചാരത്തേക്ക് വന്നാൽ, സുബ്ഹാനല്ലാഹ്, എന്റെ റൂഹ് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, തഗുറന്നകും അദ്ദുനിയാ കമാ ഗറത്തനീ. എന്റെ മയ്യത്ത് കാണാൻ കടന്നു വന്നവരെ, നിങ്ങൾ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. എന്നെ ദുനിയാവ് എന്നെ ചതിച്ചിരിക്കുകയാണ്, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞു പോയത് ഷമീർ ദാരിമിയല്ല, ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ അതാ വിളിച്ചു പറയുന്നുണ്ട്, ഒരു പക്ഷെ ഇന്നെന്നെ വാഹനമോടിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നസീറിനോടാണോ ഞാൻ പറയും, എന്റെ റൂഹ് പറയും, മോനെ, പല പ്രഭാഷണങ്ങളുടെ സദസ്സിൽ കണ്ണൂർ ഭാഗത്ത് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട വാഹനമോടിക്കും നാളെത്തിയിട്ടില്ലെങ്കിലും നീ കൊണ്ടുപോയതാണ്, എന്നാലും ഫലാ തഗുറന്നകും അദ്ദുനിയാ
കമാ ഗറതനീ, എന്നെ ദുനിയാവ് എന്നെ ചതിച്ചിരിക്കുകയാണല്ലോ, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ, നിന്നെ ദുനിയാവ് വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പോഴാണ് എല്ലാവരും കടന്നു വന്നു. നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് കരുതുക, നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നിങ്ങളുടെ മക്കൾ ഊരി മാറ്റുകയാണ്. അയൽവാസികളായ ആളുകൾ കടന്നു വന്നിട്ട് നിങ്ങളുടെ വസ്ത്രം ഊരുകയാണ്, കത്രി കൊണ്ട് മുറിച്ചു മാറ്റുമ്പോ അല്ലാഹുവേ വിളിച്ചു പറയുകയാണ്, ഇന്നഹാദാ മുഖ്തരിക്കും ബിഖുറൂജിർ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമൂരി മാറ്റുന്നവരെ, ഞാൻ ധരിച്ചിരിക്കുന്ന ഷർട്ടൂരി മാറ്റുന്നവരെ, ഞാൻ ധരിച്ചിരിക്കുന്ന കമീസൂരി മാറ്റുന്നവരെ, നിങ്ങൾ ഓരോരുത്തരും കരുതിക്കോ, ഉമ്മമാരവിടെന്ന് കരുതിക്കോ, ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ ചുരിദാർ കത്രി കൊണ്ട് മുറിച്ചു മാറ്റുന്നവരെ, എന്നെ നിങ്ങൾ പിടിച്ചിട്ട് ചരിക്കല്ല, എന്നെ നിങ്ങൾ പിടിച്ചിട്ട് ഉരുട്ടല്ല. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് എന്റെ റൂഹങ്ങ് പിടിച്ചില്ലേ, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാരാകട്ടെ, ഷമീർ ദാരിമിയാകട്ടെ, ഈ ഇരിക്കുന്ന നിങ്ങളാകട്ടെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മലക്കല്ല കടന്നു വരുന്നത്. തവഫത്തുഹു റസൂലുഹും വഹും ലാ യുഫരിത്തു, ഒരു മലക്കല്ല പെങ്ങളെ, എന്റെ പൊന്നുമ്മമാരെ, റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന ഒരു മലക്കല്ല. നിങ്ങളുടെ ചാരത്തേക്കതാ മലക്കുകൾ കടന്നു വരുന്നു. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തലഭാഗത്തിരിക്കുകയാണ്. കാലിന്റെ ഭാഗത്ത് കുറച്ച് മലക്കുണ്ട്, അരഭാഗത്ത് കുറച്ച് മലക്കുണ്ട്, മുട്ടുകാലിന്റെ ഭാഗത്ത് കുറച്ച് മലക്കുണ്ട്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് പറയാ, ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ച് വലിച്ചെടുക്കുക. അല്ലാഹുവേ, എന്തോ ഒരു വേദനയാണെന്നറിയോ? ആരാ കരഞ്ഞു പോയത്? ലോകത്തിന്റെ മണിമാരനായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ ഖദ് ജാഅ അസ്റായീലു ഖാല ലി അഹ്മദി അല്ലാഹു യുഖ്രിഉക സലാമൽ ഔഫറാ. ലോകത്തിന്റെ രാജകുമാരന്റേതായിട്ടുള്ള റൂഹ് പിടിക്കുമ്പോ അവിടെന്നതാ റൂഹ് വലിച്ചൂരുമ്പോ ആദം നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, മൂസ നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, അയ്യൂബ് നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, സുലൈമാൻ നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, യൂസുഫ് നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, യാക്കൂബ് നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, സക്കരിയ നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, ദാവൂദ് നബിക്ക് കൊടുക്കാത്ത പവറല്ലേ, ഒരു നബിക്ക് പോലും കൊടുക്കാത്ത പവറ് ലോകത്തിന്റെ രാജകുമാരൻ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടല്ലോ. ആ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുമ്പോ മുസ്തഫ നബി തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു പോയല്ലോ, അല്ലാഹുമ്മ ഹവ്വിന അലാ മുഹമ്മദ്. അല്ലാഹുവേ, റൂഹ് പിടിക്കുന്നത് മുഹമ്മദ് നബിയുടെ റൂഹാണല്ലോ, വേദന കൊണ്ട് പിടയുന്നു അല്ലാ, ഒന്ന് എളുപ്പമാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയ റസൂലുള്ളാഹിനെ ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? പൊന്നു പെങ്ങളെ, നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സക്കാത്തില്ലാത്ത ഈ സാധുക്കളായ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു വക്കത്തും നമുക്കില്ല, ഒരു നന്മകൾ നമുക്കില്ല, ഒരു സക്കാത്ത് കൊടുക്കാൻ അവസരം കിട്ടിയാലും കൊടുക്കൂലല്ലോ. എന്നാൽ അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ അവിടെ നിന്ന് മലക്കൊന്ന് കടന്നു വന്നു പോവുകയാണ്. അവിടെ വന്നിട്ടതാ വിളിച്ചെന്നതാ റൂഹ് പിടിച്ച് പറിക്കുമ്പോ മലക്കുകൾ ഇങ്ങനെ വല്ലാതെ ശരീരത്തിന്റെ ഞരമ്പൊക്കെ വലിച്ചു പറിച്ചെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ പറ്റോ പെങ്ങളെ? കത്തി കൊണ്ടൊന്ന് മുറിച്ചു മാറ്റിയാല് വേദന സഹിക്കുന്നില്ല. ഒരു ഞരമ്പ് പോലും ബാക്കി വെക്കാതെ മലക്കുകൾ വലിച്ചെടുക്കുകയാണ്. അത് വലിച്ചുകൊണ്ട് വന്നിട്ട് മുട്ടുഭാഗം വരെ കുറെ മലക്കുകൾ ചേർന്നു. അവരവിടെ നിന്ന് മാറിയല്ലോ.
അടുത്ത സെക്ഷൻ മാലാകമാര് മുട്ടുകാലിന്റെ ഭാഗത്തേക്ക് തുളച്ചു കയറുകയാണ്. അവരവിടെ നിന്ന് റൂഹിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. അരഭാഗം വരെ കൊണ്ടുവച്ചു. അല്ലാഹുവേ, അവരും അവിടെ നിന്ന് മാറുകയാണ്. അരഭാഗത്തിലേക്ക് കുറച്ചു മലക്കുകൾ ഇടിച്ചു കയറുകയാണ്. അവരവിടെ നിന്ന് മറ്റുള്ള ഞരമ്പുകളൊക്കെ വലിച്ചു കൊണ്ടുവന്ന് തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്നു. ഇന്നിയാ മദീനത്തിന്റെ രാജകുമാരന്റെ റൂഹ് പിടിച്ച നമ്മളെ മുഴുവനും റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൂഹ് അവിടെ നിന്നാണ് പിടിച്ചെടുക്കുക. സഹിക്കാൻ കഴിയോ? അങ്ങനെ കിടന്നു പോവുകയാണ്. ഇന്നഹാദാ മുഖത്തരിക്കും എന്റെ റൂഹ് അസ്റായീൽ പിടിച്ചിട്ടുള്ള വേദന മാറിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പെൺമക്കളെ, നിങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്ന പർദ്ദ കണ്ടിച്ചു മാറ്റുമ്പോ, കഷ്ടിച്ചു മാറ്റുമ്പോ എന്നെ കുലുക്കല്ലേ. പാപ്പമാരെ, നിങ്ങൾ പറയുകയാണ് എന്നെ പിടിച്ചു കുലുക്കല്ലേ. എനിക്ക് വേദനിക്കുകയാണ്, എനിക്ക് നൊമ്പരപ്പെടുകയാണ്. യാ അല്ലാഹ്, അവിടെ നിന്ന് എല്ലാവരും അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. ഇന്നലെ വരെ കല്യാണത്തിന് കൊണ്ടുപോകാൻ വന്നിരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഇന്നലെ വരെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ വന്നിരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ഇനി അതാ മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഇന്നലെ വരെ ഓരോരുത്തര് കടന്നു വരുമ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയും കയറിയിരിക്കുക. വീട്ടിന്റെ ഉള്ളിലുള്ളവരോട് വെള്ളം കൊടുക്കാൻ പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്നതാ ഒരു കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരോടും പോവണ്ടെന്ന് പറയുന്നില്ല, ഒരാളോടും മിണ്ടണ്ടെന്ന് പറയുന്നില്ല, ഒരാളോടും നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിക്കുന്നില്ല. ഇങ്ങനെ കിടക്കുന്ന ആ കിടപ്പിൽ നൊമ്പരത്തോടെ കിടന്നു പോകുമ്പോ യാ അല്ലാഹ്, എന്തോ ഒരു രംഗമാണത്. അപ്പോഴാണ് കുറെ ആളുകൾ ചോദിക്കുന്നു, ഇനി എടുത്തൂടെ? നിങ്ങളുടേതായിട്ടുള്ള അവസ്ഥയായെന്ന് ചിന്തിക്കണം. നിങ്ങളും മരിച്ചതായിട്ടൊന്ന് കരുതുക. ഇനി എടുത്തൂടെ? കുളിപ്പിക്കാൻ സമയമായല്ലോ, കൊണ്ടുപോക്കൂടെ എന്ന് പറയുന്ന സമയം എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 2-3 ആളുകൾ കടന്നു വരികയാണ്. അവര് കടന്നു വന്നുകൊണ്ടതാ നിങ്ങളുടെ മയ്യത്തെടുക്കുകയാണ്. ഇന്നലെ വരെ നല്ല റൂമിൽ കുളിച്ചിരുന്നവരാണ്. ഇന്ന് നിങ്ങളെ എടുത്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ചെറിയൊരു മറ കെട്ടി ആ മറയുടെ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടു ചെന്ന് നിങ്ങളെ കുളിപ്പിക്കുകയാ. നിങ്ങൾ അവിടെ കൊണ്ടു ചെന്ന് കുളിപ്പിച്ചിട്ട് അവസാനം ചോദിക്കുകയാണ്, മയ്യത്തെടുക്കാറായോ? കട്ടിലവിടെ നിന്നെടുത്ത് മാറ്റി നല്ലതുപോലെ സുഭിക്ഷമായി കിടന്നുറങ്ങിയ കട്ടിലാണല്ലോ, ആ കട്ടിലൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റുകയാണ്. അതാ ഏറ്റവും വലിയ ഹാളിൽ ഒരു പായ വിരിച്ചിട്ട് ആ പായയുടെ ഉള്ളിൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുവെക്കുകയാണ്. എല്ലാവരും എത്തി നോക്കുന്ന ഒരു പുതിയ ആപ്പളയെ പറഞ്ഞു വിടുകയല്ല, ഒരു പുതുമാരിയെ പറഞ്ഞു വിടുകയല്ല, എല്ലാവരും നോക്കി നിൽക്കുകയാണല്ലോ. അവിടെ നിന്നതാ കൊണ്ട് കിടത്തിയാൽ കിടക്കുന്നത് പോലെ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും ചുറ്റുഭാഗത്ത് നോക്കുന്നുണ്ട്. അവസാനം അവിടെ നിന്ന് കാല് കെട്ടാൻ തുടങ്ങുകയാണ്, അവിടെ നിന്ന് കൈ കെട്ടാൻ തുടങ്ങുകയാണ്. ഇനി തലഭാഗം കൂടെ കെട്ടിയാൽ അല്ലാഹുവേ വീട്ടിൽ നിന്ന് കൊണ്ടുപോകലാവുകയാണ്. അവിടെ നിന്നതാ തലഭാഗം ഒന്ന് കെട്ടാ ഒരുങ്ങുമ്പോഴാണ് വിളിച്ചു പറയുന്നത്, യാ അഹിബ്ബായി വയാ ഔലാദി ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി. എന്റെ മയ്യത്ത് പൊതിയുന്നവരെ, എന്റെ മയ്യത്ത് പൊതിയുന്നവരെ, എന്റെ
എന്റെ മക്കൾ ഈ വീട്ടിന്റെ ഉള്ളിലുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവൾ ഈ വീട്ടിന്റെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്റെ തലഭാഗം പൊതിയാൻ വരട്ടെ. എന്റെ മക്കൾ ഒരു നോക്കി എന്റെ മുഖമൊന്ന് കണ്ടോട്ടെ. ഇതെന്റെ പൊന്നുമക്കളുടെ അവസാനത്തെ കാഴ്ചയാ. ഇനി എന്റെ മക്കൾക്ക് എന്നെ കാണാൻ കഴിയൂലല്ലോ, എന്റെ പൊന്നുമക്കൾക്ക് എന്നെ കാണാൻ കഴിയൂലല്ലോ. എന്റെ മക്കൾക്ക് വേദനയാണ്, അവര് അനാഥ മക്കളായിരിക്കുകയാണ്. അതുകൊണ്ട് ആ പൊന്നുമക്കൾ എന്നെ ഒന്ന് കണ്ടോട്ടെ. ഈ ഇരിക്കുന്ന നിങ്ങൾ മുഴുവനും വിളിച്ചു പറയും, എന്റെ പെങ്ങളെ നിങ്ങളും വിളിച്ചു പറയും, അവരെ ഞാനൊന്ന് കണ്ടോട്ടെ. ആര് കേൾക്കാനാണ്? നിങ്ങളുടെ മയ്യത്ത് അവിടെ നിന്ന് പൊതിയുകയാണ്. പൊതിഞ്ഞുകൊണ്ട് ഇന്നലെ വരെ നമ്മൾ പോയിരുന്ന വാഹനം എവിടെ? ആ വാഹനം വീട്ടിന്റെ മുമ്പിൽ ഒതുക്കിയിട്ടു. ആളുകൾ വരുന്നത് കൊണ്ട്, സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറ്റുകയാണ്. അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു വീട്ടിൽ കൊണ്ടിട്ടു. ഇന്നതാ ആ സ്ഥാനത്ത് നിങ്ങളുടെ സന്തൂക്ക് കൊണ്ടുവച്ചു. ആ സന്തൂക്കിലേക്കല്ല മയ്യത്തെടുത്ത് വെക്കുകയാണ്. ആ മയ്യത്തെടുത്ത് വെച്ചുകൊണ്ട് കടന്നു പോവുകയാ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റൂഹതിനോടൊപ്പം ഇറങ്ങുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ടാകാം, പ്രിയപ്പെട്ട മക്കള് കരയുന്നുണ്ടാകാം. ആ സമയത്താണ് വീട്ടിലേക്ക് റൂഹ് തിരിഞ്ഞു നോക്കുകയാണ്. നോക്കിയിട്ട് പറയുന്ന, എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ ചുമക്കുന്നവരെ, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് നിൽക്കാവോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരോ കരയുകയാണ്. എന്റെ മക്കളാണോ എന്നറിയൂലല്ലോ, എന്റെ ഭാര്യയാണോ എന്നറിയൂലല്ലോ, എന്റെ പേരക്കുട്ടികളാണോ എന്നറിയൂലല്ലോ, എന്റെ ഭർത്താവാണോ എന്നറിയൂലല്ലോ, എന്റെ ഭാര്യയാണ് കരയുന്ന എന്നറിയൂല. അതുകൊണ്ട് എന്നെ ചുമക്കുന്നവരെ നിങ്ങളൊന്ന് നിൽക്കാവോ എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പോലും ഒരാള് പോലും അവിടെ നിന്ന് നിർത്തൂല്ല. ആ പോക്ക് പോവുകയാണ്. എവിടെയാണ്? പള്ളിക്കാട്ടിലേക്ക്. 6 അടി മണ്ണാകുന്ന പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് മയ്യത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഉപദേശം റൂഹ് തരുന്നുണ്ട്. എന്റെ മയ്യത്ത് നിസ്കരിച്ചവരെ, എന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകുന്നവരെ, ഇന്നലെ വരെ എനിക്കും ഒരുപാട് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നല്ലോ. എന്നാലോ ഇന്നെനിക്ക് തിരക്കുകളില്ല, ഇന്നെനിക്ക് തിരക്കുകളില്ല, ഇന്നെനിക്ക് ഒരു പരാതിയുമില്ല. നിങ്ങളെ പെട്ടെന്ന് ഓടല്ലേ, എന്റെ മയ്യത്തൊന്ന് നിസ്കരിച്ചിട്ട് നിങ്ങൾ പോവുക. എന്റെ മയ്യത്ത് നിസ്കരിച്ചുവെന്ന് മാത്രമല്ല, എനിക്കിന്നി കിടക്കാനുള്ളൊരു വീടുണ്ടല്ലോ, ആ വീട് കൂടെ കണ്ടിട്ടല്ലാതെ നിങ്ങൾ പിരിഞ്ഞു പോകല്ല. അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എവിടത്തേക്കാണ്? മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ദാരിമിയുടേതായാലും നിങ്ങളുടേതായാലും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. പച്ചമണ്ണാകുന്ന ഖബറിൽ പടച്ച റബ്ബി ഇരിക്കുന്നവർക്ക് മുഴുവനും നല്ല മരണം തരട്ടെ. ഉറക്കെ വന്ന് ആമീൻ പറയും. നല്ല മരണം തരട്ടെ അല്ലാഹു, നമുക്ക് നല്ല മരണം തരട്ടെ. അവിടെ നിന്ന് കൊണ്ടുപോയി വെച്ചു. എല്ലാരെയും മുഖം നമ്മൾ കാണുന്നുണ്ട്. പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ നമ്മൾ ഇറക്കി വെച്ചു. പ്രിയപ്പെട്ട മക്കളു ബാപ്പിച്ചാന്റെ കബറിന്റെ ചാരത്തുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ ചാരത്തുണ്ട്. കല്ലിട്ട് മൂടുകയാണ്. കല്ലിട്ട് മൂടി അല്ലാഹുവേ ഇനി ഒരാളും പോലുമില്ല. പരം വിധിച്ചുമായിട്ട് ചുങ്കിൽ നടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, പരം വിധിച്ചുമായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നാമോക്കൊണ്ട് നാട്ടിലേ, കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്.
ഇലയും തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ അടവാക്കും വീടവീനെ വാറിലേ ഘനമേറും മീസാങ്കല്ലും മണ്ണും മതിലുമീതെ മറമാടും കബറുബഹു ചോറിലേ. ആ കബറിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുവച്ചു. ഒരു പലകയിട്ടു, രണ്ടാമത്തെ പലകയിട്ടു, മൂന്നാമത്തെ പലകയിട്ടു, നാലാമത്തെ പലകയിട്ടു. അല്ലാഹുവേ, ഇനി ഒരു വെളിച്ചമാ കബറിന്റെ ഉള്ളിലില്ല. നിങ്ങൾ സ്വന്തമായി കരുതിക്കോ. നിങ്ങളുടെ മയ്യത്ത് വെച്ച് മണ്ണിട്ടു, ഇനി ഒരു പ്രകാശം പോലും ആ കബറിന്റെ ഉള്ളിലില്ലല്ലോ. ആ കബർ കൂരിട്ടായി. അവിടുന്ന് മക്കളാകുന്ന നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ കബറിന്റെ ചാരത്തുനിന്നാണ് പിരിയാൻ പോകുന്നത്. ബാപ്പയുടെ കബറിന്റെ ചാരത്തുനിന്നാണ് പിരിയാൻ പോകുന്നത്. ആ സമയത്താണ് ബാപ്പ കബറിൽ കിടന്നിട്ട് വിളിക്കുന്നു, മക്കളെ ഉദ്കുറൂന വലാ തബ്ഖുലു അലൈനാ വനഹ്നു ഫീ ഗുർബത്തിനാ. അല്ലാഹുവേ, ഇന്നലെ വരെ മക്കൾക്ക് വേണ്ടി ഉറക്കം കളഞ്ഞിരുന്ന ബാപ്പയാണ്. ഇന്നലെ വരെ മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ സമയം മുഴുവനും ഒരുപോലെ മക്കൾക്ക് വേണ്ടി കൊടുത്തുപോയ ഉമ്മയാണ്. ആ ഉമ്മയെന്ന് മക്കൾ കൊണ്ട് ഉമ്മാനെ കബറിൽ വെക്കുമ്പോ ഉമ്മ വിളിക്കുന്നു, മോളെ നിന്റെ ഉമ്മ, അതാ മോനെ, നിന്റെ ഉമ്മച്ചിയാണ് കബറിന്റെ ഉള്ളിലുള്ളത്. ഈ ഉമ്മാനെ മറക്കുവോ? ഈ ഉമ്മാനെ നീ മറന്നു പോകുവോ? ഈ ഉമ്മാന്റെ കബറിന്റെ ഉള്ളിൽ വനഹ്നു ഫീ ഗുർബത്തിനാ, ഇവിടെ വല്ലാത്ത കൂരിരുട്ടുള്ള സമയമാണല്ലോ. ഇന്നലെ വരെ വെളിച്ചം തന്നതാണ്. ഉമ്മാക്ക് രോഗമാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയതാണ്. പാപ്പച്ചിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും കടം മേടിച്ചു കൊണ്ടുപോയതാണ്. ഇനിയാ നിന്റെ ഒരു സഹായം ഉമ്മക്ക് വേണ്ടുന്നത്, ഇനിയാ നിന്റെ ഒരു സഹായം ബാപ്പക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് മക്കളെ, ഈ ഖബറിന്റെ ഉള്ളിൽ ഞാൻ തനിച്ചു കിടക്കുകയാണ്. നീ ഒരു ഹദിയ ചെയ്യോ? ഇന്നലെ ചോദിച്ചതും അതിനു വേണ്ടിയാണ്. നമ്മുടെ എത്ര ഉമ്മമാരാണ് പച്ചമണ്ണിന്റെ ഉള്ളിലുള്ളത്, പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളറയിലുള്ളത്. അതുകൊണ്ട് എന്റെ സഹോദര, ഇന്നത്തെ ഈ സദസ്സ് പിരിയുമ്പോ നിങ്ങൾക്ക് പറ്റുന്ന വല്ലാത്തൊരു സമയമാണല്ലോ. ഇന്നലെയും നിങ്ങൾ സ്വതക്ക ചെയ്തു, മെനഞ്ഞാന്നും നിങ്ങൾ സ്വതക്ക ചെയ്തു. നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് ഞാനും സംഘാടകരും പറയൂല. എന്നാലും ഇൻഷാ അല്ലാഹ് ഈ സദസ്സൊന്ന് പിരിയുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരുപാട് രാപ്പകലില്ലാതെ ഉറക്കമൊഴിഞ്ഞ് ആ കബറിൽ കിടക്കുന്ന എന്റെ ബാപ്പാക്ക് ഞാൻ ഒരു ഹദിയ ചെയ്യുകയാ. 16ഉം 100ഉം പവന്റെ പണ്ടമിട്ടുകൊണ്ട് സ്വർണമിട്ടുകൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത എന്റെ ഉമ്മയും ബാപ്പയും, അവർക്ക് വേണ്ടി അല്ലാഹുവേ, ഈ ഒരു പള്ളിയുടേതായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഒരു ചെറിയൊരു സ്വർണത്തിന്റെ തരിയെങ്കിലും എന്റെ ഉമ്മ, നിങ്ങളുമ്മയാ, നാളെ നിങ്ങളും മരിക്കുമല്ലോ, ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സദസ്സിൽ സംഘാടകരുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഇവിടെ വെച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചോ. ഇല്ലെങ്കിൽ ആ ഉമ്മയും ബാപ്പയും നിരാശരാണ്. അവർ ഈ സദസ്സിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് അവര് പറയുന്നത്, മക്കളെ, ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെ മറക്കല്ല. ഇന്നത്തെ രാത്രി പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ രാത്രിയാണല്ലോ. മലക്കുകൾ, ഈ ഒരു മാസത്തിൽ വന്ന മലക്കുകൾ തിരിച്ചു മടങ്ങാറായല്ലോ. അതുകൊണ്ട് ഇന്നലെ ഉമ്മക്ക് വേണ്ടി കൊടുത്തുപോയ മക്കളോട്, ബാപ്പക്ക് വേണ്ടി കൊടുത്തവരോടും ഇല്ലാത്തവരോടുമൊക്കെ ഇന്നീ സദസ്സിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ നിങ്ങൾ ഹദിയ ചെയ്യുമ്പോ, പടച്ച റബ്ബ് ഇന്നത്തെ സദസ്സിൽ അവരുടെ ഖബറെന്ന് പ്രകാശമാകണമല്ലോ എന്നതാ റൂഹ് നമ്മളോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് സയ്യിദത്തുൻ നിസാഉ ബീവി ആയിഷ. ഉറക്കെ പറയ്, ബീവി ആയിഷ
റളിയല്ലാഹു അൻഹ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇരിക്കുന്ന ആണുങ്ങൾ മാത്രം എല്ലാവരും എഴുന്നേൽക്കണം. ഒരു 3 സ്വലാത്തെല്ലാനാണ്, അല്ലാതെ നിങ്ങൾ പിരിക്കാൻ ഒന്ന് എഴുന്നേറ്റ് ആണുങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ഒരു സെക്കൻഡ് എല്ലാവരും ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ നമ്മുടെ സംഘാടകർ ആ ഒരു ബക്കറ്റ് ഒന്ന് കൊണ്ടുവരണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് നമ്മുടെ ഉമ്മയുടെ ബാപ്പയുടെ കബറിടത്തിലേക്കുള്ള ഹദിയയാണ്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു ചെല്ലുക. അധികം ഒന്നും പറയില്ല. കറക്റ്റ് 2 മണിക്കൂറാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ പിരിയും. ആള് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് ഷമീർ ദാരം ഈ സമയമൊന്നും കുറപ്പിക്കില്ല. അത് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കം ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹു ഇരുന്നോളി. അല്ലാഹുവേ നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 10-20 മിനിറ്റ് അതിനപ്പുറത്തോട്ട് പോയില്ല. അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. 20 മിനിറ്റ് ഇവിടെ ഇരിക്കൂലേ? ഇരിക്കുന്ന ഇതേ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. മതി, നിങ്ങളുടെ ആമീൻ കിട്ടിയാൽ ഞാനൊക്കെ രക്ഷപ്പെട്ടു. ഈ ഉസ്താദ്മാര് സംഘാടകരൊക്കെ രക്ഷപ്പെട്ടു. ഒരുപാട് ഉമ്മമാരുണ്ട് അൽഹംദുലില്ലാഹ്. അവരൊക്കെ നിറഞ്ഞ മനസ്സോടെ ആമീൻ പറയും എന്നുള്ള വിശ്വാസമുള്ള കൂട്ടത്തില്ല ഞാൻ. അല്ലാഹു നമുക്കൊക്കെ സ്വർഗത്തിന്റെ സന്തോഷം തരട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ബാപ്പമാരുടെ ഖബറിടങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അത് കാരണമായി അവരുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമായി കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാൻ, നമ്മുടെ എന്റെ ഉമ്മമാരോട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഉമ്മയാണ്. നാളെ നമ്മളും മരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ സംഘാടകര് വാളന്റിമാരൊക്കെ ഉണ്ട്. അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാണ് ഇവിടെ. ഇൻഷാ അല്ലാഹ് ഒരു 10-20 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വിഷയം പറഞ്ഞ് പൂർത്തിയാക്കും. അതിന്റെ ഇടയിൽ ഒരു സ്വർണത്തിന്റെ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ 1 ഗ്രാമായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് വിഷയമില്ല. 1 ഗ്രാമായാലും നിങ്ങൾക്ക് വേണ്ടി 10, 20, 30 പവന്റെ പണ്ടങ്ങൾ മേടിച്ചു തന്ന ആ ഒരു ഉമ്മക്ക് വേണ്ടി, ആ ഒരു ബാപ്പക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കൊടുത്താൽ നാളെ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ഹദിയ ചെയ്യും. ഇത് പഠിപ്പിച്ച ഞാനല്ല, ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഈ സദസ്സിലേക്ക് പടച്ച റബ്ബേ ഒന്നുമില്ലെങ്കിൽ ഞാൻ 6666 രൂപയെങ്കിലും ഞാൻ ഇന്നലെ കൊടുത്തിട്ടില്ലെങ്കിലും പടച്ചവനെ ഞാൻ ഈ സദസ്സിലേക്ക് ഒന്ന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നലെ നിങ്ങൾ സംഭാവന ചെയ്തു ഇല്ല എന്ന് ഞാൻ പറയണില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വഅള് പറയാൻ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ സംഘാടകർ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിടും. ഒരു ഷീറ്റ് പേപ്പറും പേനയും കൊടുത്ത് നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തും എന്റെ സംഘാടകർ ഒരു ഷീറ്റ് പേപ്പറും പേനയും കൊടുത്ത് വിടും. ഒന്നുമില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ 1001 രൂപയെങ്കിലും വെച്ചിട്ട് ഞാൻ എഴുതുകയാണ് എന്ന് ഇന്നലെ കൊടുത്തവരൊക്കെ ഇൻഷാ അല്ലാഹ് 1001എങ്കിലും ഇന്നത്തെ ദിവസം ഷമീർ ദാരിമിക്ക് വേണ്ടിയിട്ട് വേണ്ട, സ്വന്തം ഉമ്മക്ക് വേണ്ടി ഇന്നിപ്പോ പരിശുദ്ധമാക്കപ്പെട്ട റജബ് പിന്നെ അവസാനിക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഹുറൈം റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പുണ്യ നബിന്റെ കയ്യിൽ ചെറിയൊരു സ്വർണത്തിന്റെ ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ഉമ്മക്ക് വേണ്ടിയാണ്. അന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ശഅബാൻ നിങ്ങളിലേക്ക് വരികയാണ്, എന്നാൽ ഈ ശഅബാനിൽ നിങ്ങളുടെ ഉമ്മാന്റെ ഖബറിടം സ്വർഗത്തിന്റെ സന്തോഷമാകാനാണ്. ഇത് ഷമീർ ദാരിമിയുടെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ വാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊടുത്തവരാണെങ്കിലും ഇന്നത്തെ ദിവസം പരിശുദ്ധമാണ്, ശഅബാൻ ആവുകയാണ്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോട് ഓരോരുത്തരും കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സംഘാടകർ ഒരു ഷീറ്റ് പേപ്പറും പേനയും പെട്ടെന്ന് 6666 കൊടുക്കാൻ കഴിയുന്ന ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ കൊടുക്കണം. അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരാ പോണത്? ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എല്ലാവരും മുമ്പിലൊന്ന് പോകണം. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. ഉറക്കൊന്ന് പറ, അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കും. ഏതൊരു സമയത്താണോ ഏതൊരു സെക്കൻഡിലാണോ നമ്മൾ പോകുന്നതെന്ന് ഒന്നും ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല.
നമ്മുടെ ഈ ഒരു ചുരുങ്ങിയ കൂട്ടത്തിൽ ഇനി ആരാ റബ്ബെ പെട്ടെന്ന് പോവാ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ധാർമ്മിക്ക് പറയാൻ പറ്റുമോ? ഒരാൾക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം പടച്ച റബ്ബ് നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പോകുന്ന സമയം നമുക്ക് സന്തോഷമാകണം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നിങ്ങളും മരിക്കും, ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ സ്വന്തം ഉമ്മക്കും സ്വന്തം ബാപ്പക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഹദിയ ചെയ്തിട്ടില്ലെങ്കിൽ, നാളെ അതുപോലെ നിങ്ങളും ആ പച്ച മണ്ണിൽ കിടന്ന് കരയും. അന്ന് നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു നോക്കൂല. നിങ്ങൾ കൊടുക്കുന്നവരായാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നാളെ കൊടുക്കുമെന്ന് പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും മരിക്കുമെന്നുള്ള ഓർമ്മയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്നത്. അങ്ങനെ വന്നാൽ അവൻ വിജയിച്ചുവെന്നാണ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചു. ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, ആ ഒരു ഓർമ്മയിലൂടെ കടന്നു പോയാൽ, അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ എന്ന് കടന്നു വന്നാൽ ആ ശഅബാനിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായി കടന്നു വരാ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ എന്ന് കടന്നു വന്നാൽ ആ റമളാനിൽ നിങ്ങൾക്ക് സന്തോഷകരമായി കടന്നു വരാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിലോ നിങ്ങളുടെ നോമ്പിന് ഈമാനികമായ മാധുര്യം ലഭിക്കില്ല. എത്ര നോമ്പുകളാ നമ്മൾ നോറ്റിട്ടുള്ളത്? 40 വയസ്സുവരെ, 60 വയസ്സുവരെ, 70 വയസ്സുവരെ നമ്മളൊക്കെ നോമ്പ് നോറ്റു പോയവരാണല്ലോ. എന്നാൽ അവസാനമായിട്ട് ഹബീബ് അവിടെന്ന് പറഞ്ഞു പോയ വേറൊരു വാക്കും കൂടെയുണ്ട്. ഇനി നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ഇബാദത്തും നിങ്ങളുടെ സക്കാത്തും നിങ്ങളുടെ സ്വതക്കയും എല്ലാം സ്വീകരിക്കണോ? ഇന്നലെ മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകാം, പിതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകാം. ഞാനൊന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടാവുക. ഒന്ന് മരണത്തെ പറ്റി ചിന്തിക്കുക. ഇനി അങ്ങനെ മരിച്ചാൽ ആ മരണം നിങ്ങൾക്ക് സന്തോഷമാകണോ? ഇദൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടാവുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവനിക്ക് പരാജയമാണ്. അവനിക്ക് റമളാനില്ല, ശഅബാനില്ല, ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ഇവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം എടുക്കുക. ഇല്ലെങ്കിൽ കുടുങ്ങുമല്ലോ നമ്മൾ. 1000 കൊല്ലക്കാലം ഇബാദത്തെടുത്താലോ അല്ലാഹു നമ്മുടെ ഒരു ഇബാദത്ത് പോലും സ്വീകരിക്കൂല എന്നാണല്ലോ. എത്രയോ സ്നേഹം തന്നുപോയ ഉമ്മയാണ്, എത്രയോ സന്തോഷം തന്നുപോയ ഉമ്മയാണ്. ആ ഉമ്മയെ ഇന്നത്തെ മക്കൾ മതിമറന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായി ഇന്നിവിടെ പ്രഭാഷണത്തിന് വരുമ്പോ എന്റെ പല സുഹൃത്തുക്കൾ ഇവിടെ 2-3 ആളുകളുണ്ട്. അവരെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ആ ഒരു കഥ ഉമ്മാനെ പറ്റി ഒന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ പിരിയാവൂ എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര സ്നേഹം തന്ന സന്തോഷം തന്ന പല ഉമ്മമാർ ഇന്ന് വിരിഞ്ഞിട്ട് കബറിലാണല്ലോ. നിന്നാ മക്കൾക്ക് ആ ഉമ്മയോട് സ്നേഹമില്ല. സ്നേഹമുള്ളവർ ഇന്നത്തെ സദസ്സിൽ അവർക്ക് വേണ്ടുന്ന ഹദിയ ചെയ്തോ. പെങ്ങളെ, നമുക്ക് മടി വേണ്ട. അല്ലാഹുവേ, ഒരു സ്വർണത്തിന്റെ തരി ഞാൻ ഈ സദസ്സിൽ കൊടുത്താൽ എന്റെ കയ്യിൽ നിന്നില്ലാണ്ടാകുമല്ലോ. മക്കളെ കെട്ടിക്കാനുണ്ടല്ലോ, അല്ലാഹുവാണ് തരുന്നത്. നിങ്ങളും നാളെ കരയേണ്ട, നിങ്ങളെ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ രാജകുമാരൻ പറഞ്ഞു പോയ 2 കാര്യങ്ങളിൽ രണ്ടാമത്തത് അവരുടെ പൊരുത്തമാണെന്നാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു വേള ഓടി വരികയാണ്. പ്രഭാഷണത്തിന് ഞങ്ങൾ കടന്നു പോകുമ്പോ എന്റെ ചെറുപ്പക്കാര്, കൊച്ചുമക്കളൊക്കെ നല്ലതുപോലെ കേൾക്കുക. ഓടി വന്നു, അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളോടൊരു കാര്യം പറയാ. ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. അവൻ എവിടെയാണ് കൊണ്ടുവരിക? അവനെ കൊണ്ടുവന്നു, വാഹനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, മോൻ എവിടത്തേക്കാണ് കടന്നു പോകുന്നത്? അവൻ പറഞ്ഞു, ഉസ്താദ്, ഇന്നത്തെ പ്രഭാഷണത്തിന്റെ സദസ്സിലാ ഞങ്ങൾ വരുന്നത്. ഉമ്മ സ്വർഗമാണ്,
എന്നുള്ള വിഷയം പറയുമ്പോ അത് കേൾക്കാനാണ് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞെന്നാ ഒരു കാര്യം ചെയ്തോ, അവരാ വാഹനത്തിൽ വരട്ടെ, നീ എന്റെ വാഹനത്തിൽ വരിക. ആ ചെറുപ്പക്കാരൻ കയറിയിരുന്നിട്ട് കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്നറിയുന്നില്ല, എന്തിനാണ് വിഷമിക്കുന്നത് എന്നറിയുന്നില്ല, എന്തിനാണ് നൊമ്പരപ്പെടുന്നത് എന്നറിയുന്നില്ല. വല്ലാതെന്ന് കരഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഒന്നുകിൽ കരയുക, ഇല്ലെങ്കിൽ കാര്യം പറയുക. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞിട്ട് പറഞ്ഞു പോയി, ഉസ്താദേ, എനിക്കൊരു ഉമ്മയുണ്ടായിരുന്നു, ഉമ്മാന്റെ കാലുകൾക്കൊക്കെ രോഗം വന്നു പോയതാണ്, വിഷമങ്ങൾ വന്നു പോയതാണ്, അതുകൊണ്ട് ഉമ്മാടെ രണ്ട് കാലിന്റെ അസ്ഥിയും ഉരുങ്ങി പോകുന്ന രോഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കരയുന്നവരാണ്. എന്റെ ഉമ്മ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഉസ്താദ്. അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നു. ആ ഒരു സമയത്താണ് എന്റെ പ്രിയപ്പെട്ട പുന്നാരവുമ്മ പാതിരാത്രി എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് മറിഞ്ഞു വീണു പോയത്. ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്, പെട്ടെന്നൊന്ന് മറിഞ്ഞു വീണു പോയത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിഞ്ഞു വീണപ്പോ 2 കാലുകളും ഒരുപോലെ ഒടിഞ്ഞു പോവുകയാണ്. പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കിടക്കുകയാണ്. ഉമ്മ അങ്ങനെ കിടന്നു പോവുകയാണ്. ഉമ്മ സങ്കടത്തോടെ കിടക്കുമ്പോ എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഇക്കാ, ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും 2 മക്കളും, ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഉമ്മാനെ ഒഴിവാക്കാൻ തീരുമാനിച്ചതല്ല. പക്ഷേ ഞാൻ എന്റെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, പ്രിയപ്പെട്ട ഉമ്മാന്റെ കാലൊന്ന് ശരിയാകട്ടെ. ഉമ്മയുടെ കാല് ശരിയായി. എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ, നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞപ്പോ ഉമ്മാക്ക് സന്തോഷമാവുകയാണ്. കാലിന്റെ പ്ലാസ്റ്ററൊക്കെ എടുത്തു മാറ്റിയ പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കെട്ടിടത്തിന്റെ മുമ്പിലേക്കൊന്ന് ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഇവിടെ ഇറങ്ങുക. ഞാൻ എന്റെ ഉമ്മയെ കൊണ്ടുപോയി, ഞാൻ കൊണ്ടുപോയിട്ട് അവിടത്തെ കൊണ്ടു ചെന്നാക്കുകയാണ്. പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ കയ്യിൽ ബ്യാഗ് കൊടുത്തു. ഉമ്മ ചോദിച്ചു, എന്താണ് മക്കളെ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇന്ന് മുതൽ എന്റെ ഉമ്മ നിങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണെന്ന് പറയുമ്പോ എന്റെ ഉമ്മ പറഞ്ഞ, മക്കളുള്ളപ്പോ, പേരക്കുട്ടികളുള്ളപ്പോ എനിക്ക് പേടിയില്ല, എനിക്ക് വിഷമങ്ങളില്ല, ഞാനിവിടെ താമസിക്കാമെന്ന് പറയുമ്പോ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു പോയി, ഉമ്മ, ഇവിടെ ഒരാള് പോലും ഇല്ല ഉമ്മ, ഞങ്ങൾ ഇവിടെ താമസിക്കൂല. എന്റെ ഉമ്മ നിങ്ങളാക്കാൻ വന്നതാണ്. മക്കള് നോക്കാനില്ലാതെ വരുമ്പോ, പ്രിയപ്പെട്ടവർ നോക്കാനില്ലാതെ വരുമ്പോ നിങ്ങളെ അതാ വൃദ്ധസദനമെന്ന് പറയുന്ന സ്ഥലങ്ങൾ കൊണ്ടാക്കാറുണ്ടല്ലോ. അങ്ങനെ ഉള്ളൊരു വൃദ്ധസദനത്തിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്നതാണ്. അല്ലാഹുവേ, എഴുതാനറിയാത്ത എന്റെ ഉമ്മ വല്ലാതെ കരഞ്ഞു പോവുകയാണ്. എന്റെ ഉമ്മക്കൊന്നും അറിയൂല, എന്റെ ഉമ്മക്ക് എഴുത്തും വായനയും അറിയൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞു. ഞാൻ എന്റെ ഉമ്മാന്റെ കയ്യിൽ എന്റെ ബ്യാഗ് കൊടുത്തു. ആ ബ്യാഗ് കൊടുത്തു. ബ്യാഗുമായി പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു പോയവിടെ ആ കാണുന്ന കെട്ടിടത്തിന്റെ ഉള്ളിൽ അവിടത്തേക്കൊന്ന് കടന്നു ചെന്നു. എന്റെ ഉമ്മ അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. ഞാൻ അങ്ങനെ കടന്നു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വാഹനമെടുത്തിട്ട് വർക്കലയിലൂടെ, തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിലൂടെ വാഹനം എടുത്തുകൊണ്ട് കടന്നു പോയതാണ്. അല്ലാഹുവേ, എതിർദിശയിലൂടെ കടന്നു വന്നൊരു വാഹനവുമായി കൂട്ടിയിടിച്ചിട്ട് എന്റെ വാഹനം അങ്ങിടിച്ച് എന്റെ ബോധം പോയി. ഞാൻ അവിടെ നിന്ന് കണ്ണു തുറക്കുമ്പോഴല്ലാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കണ്ണു തുറക്കുമ്പോ എന്റെ 2 കാലുകളും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്റെ ഉമ്മാന്റെ കാല് വയ്യാതെ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തപ്പോ എന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എന്റെ ഉമ്മാനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയതാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മ അവിടെ കിടന്നുകൊണ്ട് കരയുകയാണല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇക്കാ, ഈ 2 മക്കളെ കൊണ്ട് ഞാൻ പോവുകയാണ്. 2 കാലുകളില്ലാത്ത നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയൂല. എന്റെ പെണ്ണ് പോയി, എന്റെ മക്കള് പോയി,
പോയി, എന്റെ പ്രിയപ്പെട്ടവര് പോയി. അയൽവക്കത്തുള്ളൊരു ചെറുപ്പക്കാരന്റെ സഹായത്തോടെയാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്. അവൻ വരുന്ന സമയം വരെ മലമൂത്ര വിസർജനത്തിൽ അങ്ങനെ കിടന്നാൽ ഞാൻ അവിടെ കിടന്നു പോവുകയാണ്. മലമൂത്ര വിസർജനത്തിൽ ഞാൻ കുളിച്ചു കിടക്കുകയാ. ഒരാളോടും പറയാറില്ല. അവൻ വരുന്ന സമയം വരെ ഞാൻ അങ്ങനെ നാറ്റത്തിൽ കിടക്കുകയാണ്. ഒരു വേള പാതിരാത്രി 3:30 മണി 2 മണി സമയമാകുമ്പോ എന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ കടന്നു വന്നുകൊണ്ട് മുട്ടുകയാണ്. അല്ലാഹുവേ, ആരാണ് മുട്ടുന്നത് എന്നറിയില്ല. ചെന്നുകൊണ്ട് വാതിൽ തുറക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാത്തുകൊണ്ടിരുന്നപ്പോ എന്റെ കൂട്ടുകാരൻ കടന്നു വരികയാണ്. അവൻ വന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോ വടിയും ഇടിച്ചു പിടിച്ചിട്ട് ആരാ വന്നത്? ആരെയാണോ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞത്, ആ പ്രിയപ്പെട്ട ഉമ്മയാ. ഓടി വന്നിട്ട് എന്റെ കവിൽ തടത്തിൽ മുത്തം തരികയാണ്. എന്റെ ഉമ്മാക്ക് എന്നോട് വെറുപ്പില്ലല്ലോ, എന്റെ ഉമ്മാക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ, എന്റെ ഉമ്മാക്ക് എന്നോട് പരിഭവമില്ലല്ലോ. എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചു മുത്തം തന്നിട്ട് പറഞ്ഞു, ഇനി എന്റെ കുഞ്ഞുമോന് പേടിക്കണ്ട, നിനക്ക് ഭക്ഷണം തരാൻ ഉമ്മയുണ്ട്, നിനക്ക് വെള്ളം തരാൻ ഉമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ